10 വരെ ഉള്ളതാണെന്ന് എനിക്ക് സങ്കടമുണ്ട്. ഇതൊരു ലാസ്റ്റ് ക്ലാസ് ആയിട്ടാണ് ഞാൻ പരിഗണിക്കുന്നത്. കാരണം ഇച്ചിരി കൂടെ ഉള്ളു തീരാൻ. കഴിഞ്ഞ ആഴ്ച നമുക്ക് ഒരമണിക്കൂർ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് തീർക്കാനുള്ളത് ഉള്ളായിരുന്നു. എന്നാൽ നിങ്ങൾക്ക് ഇച്ചിരി തിരക്ക് വന്നതുകൊണ്ട് എനിക്ക് പറ്റിയില്ല. അതുകൊണ്ട് അല്പ മിനിറ്റുകൾ കൂടെ നമുക്ക് തീർക്കാനുണ്ട്. ഞാനത് പ്രത്യേകം സമയം ചോദിച്ച് വാങ്ങിച്ചതാണ്. അതുകൊണ്ട് ഇന്ന് അല്പസമയം കാര്യം കൂടെ ചിന്തിക്കാം. ഞാൻ കഴിഞ്ഞ ആഴ്ച 95 പ്രബന്ധങ്ങളെ കുറിച്ച് ഞാൻ പറയുവാനിടയായി. ഓർക്കുന്നുണ്ടോ? 95 പ്രബന്ധങ്ങൾ. ആ 95 പ്രബന്ധങ്ങളെ നമുക്ക് 10ആയിട്ട് തരംതിരിച്ച് പഠിക്കുവാൻ കൊണ്ട് കഴിയുമെന്നുള്ള കാര്യം പറഞ്ഞു. ഓർക്കുന്നുണ്ടോ? ആരെങ്കിലും ഒക്കെ ഓർക്കുന്നുണ്ടോ? ഓർമ്മയുണ്ടോ? യെസ് ഓർ നോ? ഉണ്ട് സാറേ, ഉണ്ട്. 10 എണ്ണം. അതിൽ ആദ്യത്തേതാണ് എന്റെ നീതിമാൻ വിശ്വാസം ജീവിക്കും. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ഒരു നീതിമാൻ ജീവിക്കും എന്നുള്ളതായ കാര്യമാണ്. അത് വിശുദ്ധ വേദപുസ്തകത്തിലെ 4 സ്ഥലങ്ങളിലുണ്ട്. പഴയ നിയമത്തിൽ ഒരിടത്തും പുതിയ നിയമത്തിൽ 3 ഉണ്ടെന്നുള്ള കാര്യം ഞാൻ പറയുവാനിടയായിട്ടുള്ളൂ. രണ്ടാമത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും കൃപയാലുമാണ് ഒരുവൻ രക്ഷിക്കപ്പെടുന്നത് എന്നുള്ളതായ കാര്യത്തെക്കുറിച്ച് അതിനകത്ത് പറയുന്നു. അല്ലാതെ പ്രവൃത്തികളാലല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ആചാരങ്ങളാലല്ല ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നത്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും യേശുക്രിസ്തുവിന്റെ കൃപയാലുമാണ് ഒരുവൻ രക്ഷിക്കപ്പെടുന്ന കാര്യത്തെ കുറിച്ചാണ് രണ്ടാമതായിട്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം. മൂന്നാമത് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വന്നാൽ ലോകത്തിന്റെ വിമോചകനായിരിക്കുന്ന ക്രിസ്തു ഒരുവന് വിടുതൽ നൽകുന്നു. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ ആയിരിക്കത്തില്ല ഇപ്രാവശ്യം പറഞ്ഞത്. വാക്കുകൾ വ്യത്യാസം ഉണ്ടെങ്കിലും ആശയം ഒന്ന് തന്നെയാണ്. വ്യത്യാസം മനസ്സിലാക്കണം. കാരണം ഞാൻ ഇംഗ്ലീഷിൽ നിന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ഇംഗ്ലീഷ് അല്പം വ്യത്യാസമായിരിക്കും. അത് മലയാളം ഡയറക്റ്റ് ആയിട്ട് ഞാൻ പറയുക ഇംഗ്ലീഷിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ. അപ്പൊ മൂന്നാമത് നമ്മുടെ പാപങ്ങളെ കുറിച്ച് ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വന്നാൽ ലോകത്തിന്റെ വിമോചകനായിരിക്കുന്ന ക്രിസ്തു നമുക്ക് വിടുതൽ നൽകുന്നു. അതാണ് മൂന്നാമത്തത്. നാലാമത് യഥാർത്ഥ മാനസാന്തരം പാപങ്ങളുടെ മോചനം നൽകുന്നു. അല്ലേ? അതല്ലേ പറഞ്ഞത്? അഞ്ചാമത് ഇന്റലിജൻസ് ടിക്കറ്റ് ഈസ് പ്രോഫിറ്റ് ടു ദി ലീഡർ. അതായത് പാപമോചന ചീട്ടെന്ന് പറയുന്നത് സഭയുടെ നേതാക്കന്മാർക്കും സഭയ്ക്കും മാത്രമാണ് ഗുണമായിട്ടുള്ളത്, ജനങ്ങൾക്കല്ല, വിശ്വാസികൾക്കല്ല. ഓക്കെ, ക്ലിയർ ആയല്ലോ? ആറാമത്തത് ഗിഫ്റ്റ് വിച്ച് ആർ ഗിവൺ ബൈ ക്രൈസ്റ്റ് ഈസ് ഫോർ ഓൾ ക്രിസ്ത്യൻസ് ഇൻ ഓൾ ടൈം. യേശുക്രിസ്തു നൽകുന്നതായ കൃപകൾ, ദാനങ്ങൾ എല്ലാ കാലഘട്ടത്തിലുമുള്ള എല്ലാ വിശ്വാസികൾക്കും വേണ്ടിയുള്ളതാണ്. ആർക്കെങ്കിലും പ്രത്യേകമായിട്ട് ഒരു പ്രത്യേക സമയത്തിന് വേണ്ടി മാത്രമുള്ളതല്ല, എല്ലാവർക്കും എല്ലാ സമയങ്ങളിലും ജീവിക്കുന്നവർക്ക് വേണ്ടി ഉള്ളതാണ്. അടുത്തത് ഏഴാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് വിശുദ്ധ സുവിശേഷം എന്ന് പറയുന്നത് യേശു ക്രിസ്തു സഭയുടെ സ്വത്താണ്, അല്ലാതെ പുരോഹിതന്റെ സ്വത്തല്ല. അവർ പറയുന്നത് മാത്രം കേട്ടോട്ട് പോകാനുള്ളതല്ല. സുവിശേഷം എന്ന് പറയുന്നത്, വിശുദ്ധ സുവിശേഷം എന്ന് പറയുന്നത് ദൈവസഭയുടെ സ്വത്താണ്. എട്ടാമതായിട്ട് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു, ലോകരക്ഷിതാവായിരിക്കുന്ന ക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്നുള്ളതാണ് എട്ടാമത്തത്. ഒൻപതാമത്തത് സെൽഫ് ഡെഡിക്കേഷൻ. ഒൻപതാമത്തത് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ അനുഗമിക്കുവാൻ സ്വയം സമർപ്പണം, സ്വയമായിരിക്കുന്നതായ ഒരു നൽകൽ, ഡെഡിക്കേഷൻ നമുക്ക് അത്യാവശ്യമാണ്. സ്വന്തമായിട്ടൊരു ഡെഡിക്കേഷൻ ഇല്ല എങ്കിൽ, സ്വയമായിട്ട് നമ്മെ തന്നെ സമർപ്പിക്കുന്നില്ലെങ്കിൽ നമുക്ക് ക്രിസ്തുവിനെ ദിനംതോറും അനുഗമിക്കാനൊക്കെയില്ല. കർത്താവ് എന്ന് പറഞ്ഞ ഇങ്ങനെയാണല്ലോ, തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് തന്നെ അനുഗമിക്കുന്നവനാണ് യഥാർത്ഥ ശിഷ്യൻ എന്ന് പറയുവാനിടയായത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? ദിനംതോറും നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട്, ഡെഡിക്കേറ്റഡ് ആയിക്കൊണ്ട് വേണം നമുക്ക് ജീവിക്കുവാൻ. പത്താമതായിട്ട് ബൈബിളാണ് ദൈവത്തിന്റെ വചനം. ഈ 10 കാര്യങ്ങളാണ്. അതായത് 95 പ്രബന്ധങ്ങൾ മാർട്ടിൻ ലൂതർ
സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയില്, ജർമ്മനിയിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയില് ആണി അടിച്ചു വെച്ചെങ്കിലും ആ 98 പ്രസക്തം എന്ന് പറയുന്നത് ഈ 10 കാര്യങ്ങളാണ്. ഈ 10 കാര്യങ്ങളാലാണ് ലോകത്തെ തന്നെ അറിയിക്കുവാൻ. ഇനി കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു നിർത്തിയായ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ആ ഭാഗം ഞാൻ വിടുവാൻ ആഗ്രഹിക്കുന്നു. നവീകരണത്തിന്റെ എംഫസിസ് എന്താ? എംഫസിസ് എന്ന് പറഞ്ഞാൽ ഊന്നൽ എന്താണ്? 4 കാര്യങ്ങൾ ഞാൻ പറയാൻ വിചാരിച്ചത്. അതായത് ഈ 4 കാര്യങ്ങള് സെയിന്റ് അഗസ്റ്റീൻ പഠിപ്പിച്ചതായ 4 കാര്യങ്ങളാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? വിശുദ്ധരായ അഗസ്റ്റീൻ പഠിപ്പിച്ചതായ 4 കാര്യങ്ങളാണ്. അതൊന്നുകൂടെ ഞാൻ പറയാം. കഴിഞ്ഞ ആഴ്ച ഇച്ചിരി സ്പീഡിൽ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഒരു പക്ഷേ മനസ്സിലാക്കി കാണത്തില്ല. വിശുദ്ധമായിട്ട് അത് ഒന്നാമതായിട്ട് ക്രൈസ്റ്റ് അലോൺ എന്നുള്ളതാണ്. ക്രൈസ്റ്റ് അലോൺ, അതായത് അതിനകത്തിലൂടെ പറയുന്നത്, ക്രൈസ്റ്റ് അലോൺ എന്നുള്ള ഭാഗത്തിലൂടെ പറയുന്നത് ലോകത്തിന്റെ രക്ഷ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിലൂടെ മാത്രമാണ്. ലോകരക്ഷിതാവ് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിലൂടെ മാത്രമാണ് എന്നുള്ളത് രക്ഷയുള്ളത്. അപ്പോസ്തലൻ പൗലോസ് പത്രോസ് അപ്പോസ്തലൻ പൗലോസ് 4:12 വാക്യത്തിൽ പറയുന്നത്, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒറ്റ നാമമേ ഉള്ളൂ, അത് യേശുക്രിസ്തുവിന്റെ നാമമാണെന്ന് ഞാൻ വ്യക്തമായി പറയുന്നു. അല്ലാതെ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് പോലെ പാവമോചന ചീട്ടോ പാരമ്പര്യങ്ങളോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ അല്ല ഒരു മനുഷ്യനെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നത്. മനസ്സിലായോ? നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇത് പ്രസംഗിക്കുക, ധൈര്യത്തോടുകൂടി പ്രസംഗിച്ചു. കത്തോലിക്കരോട് ഇത് പ്രസംഗിക്കാനുള്ള കാര്യമാണ്. ധൈര്യമായിട്ട് അടിപടിക്കുന്നെങ്കിൽ എന്റെ കാര്യം പറഞ്ഞാൽ മതി, അടിയൊന്നും ചെയ്തതില്ല. ഓക്കെ, അപ്പോൾ 4 കാര്യങ്ങൾ. അത് ഒന്നാമതാണ് ക്രൈസ്റ്റ് അലോൺ, ക്രിസ്തു മാത്രം. എന്തിനാ? സാൽവേഷൻ നൽകുവാൻ, രക്ഷ നൽകുവാൻ യേശു ക്രിസ്തുവിനെ കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ. പാപമോചനിച്ചിട്ട് ആരെയും രക്ഷയ്ക്ക് ഉതകുന്നില്ല. സഭയുടെ ആചാരങ്ങൾ ആരെയും രക്ഷിക്കുന്നില്ല. സഭയുടെ അനുഷ്ഠാനങ്ങൾ, സഭയുടെ പാരമ്പര്യങ്ങൾ ആരെയും രക്ഷിക്കുന്നില്ല. മരിച്ച ശേഷം കല്ലറയ്ക്കൽ മെഴുകുതിരി വെച്ചത് കൊണ്ടോ, ധൂപക്കുറ്റി വീശിയത് കൊണ്ടോ, കുർബാനകൾ നടത്തിയത് കൊണ്ടോ ഒരു വ്യക്തിയും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ജോസഫ് ചാക്കോ, മനസ്സിലായോ? മനസ്സിലായി സാറേ. അപ്പം ഒന്നാമത്തെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഒന്നാമത്തെ അതിശക്തമായ ഒരു ദൂതാണ് ക്രൈസ്റ്റ് അലോൺ, ക്രിസ്തു മാത്രം. ക്രൈസ്റ്റ് അലോൺ അഗസ്റ്റിന് പഠിപ്പിച്ചതായിരുന്നു. ഞാൻ ഈ പറയാൻ പോകുന്ന 4 കാര്യങ്ങളും അഗസ്റ്റിന്റെയാണ്. ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മാർട്ടിൻ ലൂഥറിനെ നവീകരണത്തിന് വേണ്ടി പ്രേരിപ്പിച്ചത് മാർട്ടിൻ ലൂഥറിന്റെ ടീച്ചിങ്സ് ആയിരുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞു. ഇപ്പോഴത്തെ പുതിയ മാർപ്പാപ്പ, അയാളുടെ പേരെന്തുവാ? ലിയോ 14. പുതിയ മാർപ്പാപ്പയുടെ പേരെന്തുവാ? ലിയോ 14. ലിയോ 14. പാറ ജോസഫേ, എന്തുവാ പുതിയ മാർപ്പാപ്പയുടെ പേര്? ലിയോ 14. ലിയോ 14. ആർക്ക് പറയാം? പുതിയ മാർപ്പാപ്പ. എന്റെ കർത്താവേ, ഈ പെന്തക്കോസ്തുകാരെ കൊണ്ട് ഞാൻ തോറ്റേ. പുതിയ മാർപ്പാപ്പയുടെ പേര് പറ. ലിയോ ലിയോ 14. ആദ്യമായിട്ട് അമേരിക്കയിലെ ലിയോ 14. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മറക്കരുത്. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നതുകൊണ്ട് നമുക്ക് ദോഷങ്ങളൊന്നും ഇല്ല, ഉണ്ടോ? ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം അറിഞ്ഞിരിക്കേണ്ടത് ലിയോ 14. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അഗസ്റ്റീനിയൻ ചിന്താഗതിക്കാരനാണ്. അഗസ്റ്റീനിയൻ മൊണാസ്ട്രിയിൽ അദ്ദേഹം വളർന്നവനാണ്, സന്യാസ മഠത്തിൽ വളർന്നവനാണ്. അഗസ്റ്റീനിയൻ ചിന്താഗതിയാ. ഇനി ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ, നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. പെന്തക്കോസ്തുകാരുടെ ഉപദേശം ആരുടെയാ?
ആരുടെ പെന്തക്കോസ്തുകാരുടെ ഉപദേശം? ബൈബിളിനെ അടിസ്ഥാനപ്പെടുത്തി വിശുദ്ധനായ അഗസ്റ്റിൻ പഠിപ്പിച്ച കാര്യങ്ങളാണ് പെന്തക്കോസ്തുകാർ പഠിപ്പിക്കുന്നത്. സംശയം എന്തെങ്കിലുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പോൾ എന്നോട് പറ. അങ്ങനെ ഞാൻ പിൻവലിച്ചിട്ട് ഞാൻ ക്ഷമ പറയാം. ഞാനിത് പറഞ്ഞു കഴിയുമ്പോൾ, ഈ 4 കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ എന്നോട് പറ, അതിനകത്ത് എന്താണ് നമുക്കില്ലാത്തത്? പെന്തക്കോസ്തുകാരുടെ ഉപദേശങ്ങൾ, അടിസ്ഥാനപരമായ ഉപദേശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധനായ അഗസ്റ്റിന്റെ പഠിപ്പിക്കലുകളാണ്. ബ്രദറുകാരുടെ പഠിപ്പിലോ ആരെ അധിഷ്ഠിതമാക്കിയതല്ല? ബ്രദറുകാരുടെ പഠിപ്പില് ആർക്കെങ്കിലും പറയാവോ? ബ്രദറുകാരുടെ പഠിപ്പിക്കൽ ജോൺ കാൽവിന്റെ ടീച്ചിങ്സ് ആണ്. ഹലോ, നിങ്ങൾ കേട്ടോ? കേട്ടു. ഇനി മറക്കരുത്, ജോൺ കാൽവിന്റെ ഉപദേശങ്ങളാണ് ബ്രദറുകാർ ഫോളോ ചെയ്യുന്നത്, അനുഗമിക്കുന്നത്. പെന്തക്കോസ്തുകാർ ഫോളോ ചെയ്യുന്നത് വിശുദ്ധനായ അഗസ്റ്റിന്റെ ടീച്ചിങ്സ് ആണ്. എന്ന് പറഞ്ഞാൽ അപ്പോസ്തലന്മാർ പഠിപ്പിച്ച കാര്യത്തെ അഗസ്റ്റിൻ ഒന്നുകൂടെ എടുത്തിട്ട് ക്രോഡീകരിച്ച് നൽകിയതാണ്, ലോകത്തിന് നൽകിയതാണ്. അതാണ് മാർട്ടിൻ ലൂഥർ ഫോളോ ചെയ്യുന്നത്. അതാര് അംഗീകരിക്കുന്നുവോ അവർക്ക് റെഫോർമേഷൻ ഉണ്ടായേ മതിയാകൂ. ഓക്കെ, അപ്പോൾ ഒന്ന്, വിശുദ്ധനായ സെയിന്റ് അഗസ്റ്റിന്റെ, നിങ്ങൾക്ക് അറിയാമോ അഗസ്റ്റിന്റെ മാനസാന്തരത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? അറിയത്തില്ല. അഗസ്റ്റിന് ഒരു വലിയ പാപിയായിരുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും മദ്രാക്ഷിക്കും എല്ലാം അടിമപ്പെട്ട് ജീവിച്ചിരുന്ന മനുഷ്യരായിരുന്നു. എന്നാൽ തന്റെ മാതാവ് മോനിക്ക ഒരു വാർത്താ മനുഷ്യത്തിയായിരുന്നു. അവർ ദിവസവും തന്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം താൻ മദ്യപിച്ചിട്ട് പൂന്തോട്ടത്തിൽ ഇരിക്കുകയാണ്. ആ സമയത്ത് തന്റെ മാതാവ് മോനിക്ക അവരുടെ മുറിയിൽ ഇരുന്നു കൊണ്ട് കണ്ണുനീർ ഒഴുക്കി തന്റെ മകൻ അഗസ്റ്റിനു വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രാർത്ഥിക്കുന്ന അവസരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അഗസ്റ്റിനോട് ഇടപെടുവാൻ തുടങ്ങി. ഇതാണ് പറഞ്ഞത്, ടേക്ക് യുവർ ബൈബിൾ ആൻഡ് റീഡ്. ടേക്ക് യുവർ ബൈബിൾ ആൻഡ് റീഡ്. ദൈവവചനം എടുക്കുക, വായിക്കുക എന്നൊരു ശബ്ദം താൻ കേട്ടു. ആരാണ് സംസാരിച്ചത് അറിയാൻ വേണ്ടി തിരിച്ചു പറഞ്ഞു നോക്കിയിട്ട് ആരെ കാണാനില്ല. പിന്നെ തുടർമാനം ടേക്ക് യുവർ ബൈബിൾ ആൻഡ് റീഡ്, ടേക്ക് യുവർ ബൈബിൾ ആൻഡ് റീഡ് എന്നുള്ള ശബ്ദം കേട്ടു. താന് തന്റെ മുറിയിലേക്ക് വന്നു, ബൈബിൾ എടുത്തു, തുറന്നു. തനിക്ക് കിട്ടിയ വേദവാക്യം റോമാലേഖനം 13-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങളാണ്. അല്ല, സോറി, 13-ാം അധ്യായത്തിന് 11-ാമത്തെ വാക്യം മുതൽ. അതിന് 9-10 മുതൽ തുടങ്ങുന്നുണ്ട്, പക്ഷെ 11-ാമത്തെ വാക്യം മുതൽ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ തുടരുവാൻ നാഴിക വന്നിരിക്കുന്നതിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ചു കളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദയായി നടക്കുക. ഉയർക്കൂത്തിലും മദ്യപാനങ്ങളിലുമല്ല, ശയനമോഹങ്ങളിലും ദുഷ്കർമ്മങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയയിലുമല്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവീൻ. മോഹങ്ങൾ ജനിക്കുമാർ ജഡത്തിനായി ചിന്തിക്കരുത്.
ഇതായിരുന്നു താൻ എടുത്തപ്പോൾ വായിച്ചത് ആ വേദവാക്യം. റോമാലേഖനം 13-ാം അധ്യായത്തിന്റെ 11 മുതൽ ലാസ്റ്റ് വരെയുള്ള വാക്യങ്ങൾ. ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ തനിക്ക് ഒരു രൂപാന്തരം ഉണ്ടാകുവാനിടയായിരുന്നു. താൻ മുട്ടുമടക്കി അന്ന് യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ തീരുമാനിച്ചു. അതാണ് അപ്പുറത്തെ മുറിയിൽ മാതാവ് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പുറത്തെ മുറിയിൽ ദൈവാത്മാവ് ഇടപെട്ട് അഗസ്റ്റിൻ ദൈവത്തിന് മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നു. ഒരു വസ്തുത എനിക്ക് എല്ലാവരോടും പറയുവാനുള്ളത്, പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടാതിരിക്കും. നാം ഇന്നത്തെ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മക്കൾക്ക് വേണ്ടി കോടികൾ സമ്പാദിച്ച് ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. എന്നാൽ അവർക്ക് വേണ്ടി കരയുവാൻ മാതാപിതാക്കളില്ല. അതുകൊണ്ട് എന്ത് പറ്റി? മക്കൾ മദ്യത്തിനും മയക്കുമരുന്നിനും തോന്നിവാസത്തിനും ഒക്കെ ആയിട്ട് പോകുവാനിടയായിട്ടുണ്ട്. അവിടെയാണ് പരാജയം പറ്റിപ്പോയത്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലഘട്ടങ്ങളിൽ ഞങ്ങൾക്കൊക്കെ വയറ് നിറച്ച് ഒരു നേരത്തെ ആഹാരം തരുവാൻ ഞങ്ങളുടെ മാതാപിതാക്കൾ കഴിഞ്ഞിരുന്നില്ല. ഞങ്ങളുടെ വയറ് നിറഞ്ഞത് കാണുവാൻ അവർ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അവർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു എന്ന യാഥാർത്ഥ്യം നമുക്ക് ആർക്കും വിസ്മരിക്കുവാൻ ഒക്കുന്നതല്ല. അതുകൊണ്ട് എന്ത് പറ്റി? ഇന്ന് സമാധാനത്തോട് സ്വസ്ഥതയോടും കൂടി ജീവിച്ചു. അന്ന് ഞങ്ങൾക്ക് വയറ് നിറച്ച് ആഹാരം തന്നെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങൾ ലോകത്തിന്റെ മോഹങ്ങളിൽ കൂടി കടന്നുപോയി ദൈവത്തിന് വിരോധമായി ജീവിക്കുന്നതിനായി തീരുമാനമായിരുന്നു. അതുകൊണ്ട് എല്ലാ മാതാപിതാക്കളും, എന്റെ ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന എല്ലാവരും തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് തലമുറയ്ക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കി കരയുവാൻ വ്യഗ്രതയുള്ളതായി തീരുക. അപ്പോൾ ഒന്ന്, ക്രൈസ്റ്റ് അലോൺ. അപ്പൊ ഞാനൊന്നുകൂടെ പറയുന്നു, യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷയാണ് ലോകത്തിനുള്ളത്. അല്ലാതെ രക്ഷിക്കപ്പെടുവാൻ ഒരു മാർഗവുമില്ല. അപ്പോസ്തലർ 4:12 വാക്യത്തിൽ നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരിൽ നൽകപ്പെട്ട ഏക നാമമേ ഉള്ളൂ. അത് യേശു ക്രിസ്തുവിന്റെ നാമമാണ്. സുവിശേഷം എന്ന് പറയുന്നത് ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. അപ്പോൾ സുവിശേഷം യേശു ക്രിസ്തുവാണ്. അഗസ്റ്റിൻ പറഞ്ഞത് അത് തന്നെയാണ്. അല്ലാതെ പാപമോചന ചീട്ടിനാൽ ഒരുവരും രക്ഷിക്കപ്പെടുന്നില്ല, ആചാരങ്ങളാൽ ഒരുവരും രക്ഷിക്കപ്പെടുന്നില്ല, അനുഷ്ഠാനങ്ങളാൽ ഒരുവരും രക്ഷിക്കപ്പെടുന്നില്ല, പാരമ്പര്യത്താൽ ഒരുവനും രക്ഷിക്കപ്പെടുന്നില്ല. ക്ലിയർ? ഒന്നാമത്തേതായി. രണ്ടാമത്തെ അഗസ്റ്റിന്റെ രണ്ടാമത്തെ പഠിപ്പിക്കൽ ഫെയ്ത്ത് അലോൺ. ഫെയ്ത്ത് അലോൺ, പിസ്റ്റിസിസ്, വിശ്വാസം മാത്രം. കൊടുക്കാം പിടിക്കുന്ന കേട്ടോ. രണ്ട്, ഫെയ്ത്ത് അലോൺ. അദ്ദേഹം പറഞ്ഞ, അഗസ്റ്റിൻ പറഞ്ഞ ഒരു കാര്യം, അതായത് മാർട്ടിൻ ലൂഥറിനെ സ്വാധീനിച്ചൊരു കാര്യം, ഫെയ്ത്ത് അലോൺ, വിശ്വാസത്താലുള്ള നീതീകരണം. വിശ്വാസാൽ മാത്രമാണ് ഒരുവൻ രക്ഷിക്കപ്പെടുന്നത്. വിശ്വാസത്താലുള്ള നീതീകരണത്താൽ മാത്രമാണ് ഒരു ജീവിതം ധന്യമാകുന്നത് എന്ന് അദ്ദേഹം പഠിപ്പിക്കുവാനിടയായിരുന്നു. ഓക്കെ, ക്ലിയർ ആയോ? അതായത് ഓരോ മനുഷ്യന്റെയും നീതി പ്രവൃത്തികൾ ശരിയാകുകയില്ല. നമുക്ക് യെശയ്യാപ്രവചനം വായിക്കുവാൻ കഴിയുന്നത് നമ്മുടെ നീതി പ്രവൃത്തികളൊക്കെ എന്താ പോലെ കാരാപൂരുണ്ട തുണി പോലെയാണെന്ന്. അതായത് എന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബർ വെട്ടുകാരുടെ കുറിയാണ്ട് പോലെയാണെന്ന്. റബ്ബർ വെട്ടുകാരുടെ തോർത്തുകൾ കണ്ടിട്ടില്ലേ എങ്ങനെ ഇരിക്കുന്നത്? നല്ല വെള്ള തോർത്ത് ഇഷ്ടംപോലെ കറകൾ പിടിച്ചുള്ളതാണ്. അതുപോലെ നാം ചെയ്യുന്ന എല്ലാ നീതി പ്രവൃത്തികളും കറ പോരേണ്ട തുണി പോലെയാണ്. അതിന് യാതൊരു വിശുദ്ധിയുമില്ല. പാപത്തെ ചിത്രീകരിക്കുവാൻ വേദപുസ്തകത്തിൽ ഒരു രോഗം പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും അറിയാമോ എന്തുവാണ്? എന്തോ രോഗമാണെന്ന്? പാപത്തെ ചിത്രീകരിക്കുവാൻ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന രോഗം എന്താ രോഗമാണ്? കുഷ്ഠരോഗം. കുഷ്ഠരോഗം. ഞാൻ ചോദിക്കട്ടെ, ഒരു കുഷ്ഠരോഗി
നമുക്ക് എന്തെങ്കിലും തന്നാൽ നമ്മൾ സ്വീകരിക്കുമോ? സ്വീകരിക്കുമോ? ആരെങ്കിലും സ്വീകരിക്കുമോ? ഇല്ല. കാരണം എന്താ? കുഷ്ഠരോഗി ആയതുകൊണ്ട്. അവന്റെ കൈകൾ മുഴുവൻ മുറിഞ്ഞു പോയതാണ്. അവന്റെ കാലുകൾ, അവന്റെ ശരീരമെല്ലാം ദുർഗന്ധം വമിക്കുന്നതാണ്. ആ ദുർഗന്ധം വമിക്കുന്ന ശരീരത്തോടുകൂടി നമുക്ക് എന്തെങ്കിലും വെച്ച് നീട്ടിയാൽ അതിനെ നമ്മൾ ആരും സ്വീകരിക്കുന്നില്ല. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് പാപകുഷ്ഠം ബാധിച്ച് പാപിയായി ജീവിക്കുന്ന മനുഷ്യൻ ദൈവത്തിന് അർപ്പിക്കുന്ന ഒന്നും തന്നെയും ദൈവം സ്വീകരിക്കുന്നില്ല. അതെത്ര വിലപ്പെട്ടതാണെങ്കിലും എത്ര വില കുറഞ്ഞതാണെങ്കിലും, അത് ഉന്നതമാണെങ്കിലും ശ്രേഷ്ഠമാണെങ്കിലും അതിനെ ദൈവം അംഗീകരിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ മനുഷ്യൻ ചെയ്യുന്ന ഒന്നും അംഗീകരിക്കപ്പെടുവാൻ ദൈവത്തിന് ഇഷ്ടമല്ല. ദൈവത്തിന് ആവശ്യം എന്താണ്? ഫെയ്ത്താണ്, വിശ്വാസമാർഗമാണ്. ഞാൻ നിങ്ങളോട് പറയാം, ഫെയ്ത്ത് ഈസ് എ ജേർണി ഗോയിങ് ഫോർവേഡ്. വിശ്വാസം എന്ന് പറയുന്നത് ഒരു യാത്രയാണ്, അത് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇറ്റ് നെവർ ഗോസ് ബാക്ക് ഓർ ബാക്ക്വേർഡ്. ഇതൊരിക്കലും പുറകോട്ട് പോകുന്നതല്ല. വിശ്വാസം എന്ന് പറയുന്നത് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഹലോ, വിശ്വാസം എന്നത് മുൻപോട്ട് നിശ്ചയമാകുന്നു. അത് നമ്മളെല്ലാവരും ഓർക്കുക. ഫെയ്ത്ത് അലോൺ. നമ്മുടെ പ്രവർത്തികളൊന്നും അംഗീകരിക്കുവാൻ ഉതകുന്നതല്ല. അതുകൊണ്ടാണ് യാക്കോബിൻ ലേഖനത്തിൽ പ്രവർത്തികളാലുള്ള നീതീകരണത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? റോമാലേഖനം വിശ്വാസമുള്ള നീതീകരണത്തെ കുറിച്ച് പറയുമ്പോൾ യാക്കോബിൻ ലേഖനം പ്രവർത്തികളാലുള്ള നീതീകരണത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് മാർട്ടിൻ ലൂതർ തന്റെ വേദപുസ്തകത്തിൽ 65 ഗ്രന്ഥങ്ങളേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബിൻ ലേഖനം തന്റെ വേദപുസ്തകത്തിൽ കീറിക്കളഞ്ഞു. കേട്ടോ എല്ലാവരും? മാർട്ടിൻ ലൂതർ വേദപുസ്തകം എത്ര പുസ്തകമുണ്ട്? 65 പുസ്തകങ്ങൾ. എന്താ കാര്യം? എന്താ യാക്കോബിൻ ലേഖനം എന്താ പറയുന്നു? പ്രവൃത്തികളാലുള്ള നീതീകരണത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, യാക്കോബിൻ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ യാക്കോബ് പുസ്തകം പറയുകയാണ്, പ്രവൃത്തികളാണ് നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം നീതീകരിക്കപ്പെട്ടത്. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. 2-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം. അബ്രഹാം തന്റെ മകനായ ഇസ്ഹാക്കിനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാലല്ലയോ നീതീകരിക്കപ്പെട്ടിട്ടുള്ളത്? അവന്റെ പ്രവൃത്തിയോടുകൂടി വിശ്വാസം വ്യാപരിച്ചു എന്നും പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായി എന്നും നാം അത് കാണുന്നുവല്ലോ. ആകിയാൽ എന്ത്? പ്രവൃത്തികളാൽ അല്ലയോ അബ്രഹാം നീതീകരിക്കപ്പെട്ടത്? അപ്പം യാക്കോബ് പുസ്തകം പറയുകയാണ്, അബ്രഹാം നീതീകരിക്കപ്പെട്ടത് എങ്ങനെയാ? പ്രവൃത്തികളാല. എന്നാൽ പൗലോസ് പുസ്തകം പറയുന്നത് എങ്ങനെയാ? വിശ്വാസത്താൽ അബ്രഹാം നീതീകരിക്കപ്പെട്ടു. 4-ാം അധ്യായത്തിൽ പറയുന്നു. അപ്പം മാർട്ടിൻ ലൂതർ പറയുകയാണ്, പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുകയായിരുന്നെങ്കിൽ ഞാൻ കത്തോലിക്കാ സഭയിൽ നാമതിയായിരുന്നു. ഞാന് 95 പ്രബന്ധങ്ങൾ അവതരിപ്പിക്കാൻ ആവശ്യമില്ലായിരുന്നു എന്ന് താൻ പറയുവാനിടയായി. നിങ്ങൾക്കറിയാമോ ഇത് തമ്മിലുള്ള വ്യത്യാസം? അറിയാമോ? നിങ്ങൾക്ക് വ്യത്യാസം അറിയാമോ? പൗലോസ് വിശ്വാസമുള്ള നീതീകരണത്തെ കുറിച്ച് പറയുന്നു, യാക്കോബ് പ്രവൃത്തികളാലുള്ള നീതീകരണത്തെ കുറിച്ച് പറയുന്നു. ഇത് തമ്മിൽ കോൺട്രഡിക്ഷൻ ആണോ? അല്ല. എന്താ പറയുന്നതിന്റെ അർത്ഥം? ഒരുവൻ വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ചതിന് ശേഷം തന്റെ പ്രവൃത്തികളിലൂടെ എന്താ വേണം? നീതീകരണം പ്രാപിക്കണം. മനസ്സിലായോ പറഞ്ഞത്? ഒന്നുകൂടി ഞാൻ പറയാം.
ഒരുവൻ വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ച ശേഷം എന്ത് വേണം? പ്രവൃത്തികളാൽ കൂടെ നീതീകരണം പ്രാപിക്കേണ്ടത് അത്യാവശ്യമാണ്. അതാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്. അപ്പൊ രണ്ട് കാര്യം ഞാൻ പറഞ്ഞു. ഒന്ന് ക്രൈസ്റ്റ് അലോൺ, രണ്ട് ഫെയ്ത്ത് അലോൺ. മൂന്നാമത്തെ ചിന്തയാണ് സ്ക്രിപ്ചർ അലോൺ. സോളാ സ്ക്രിപ്ചറ, സോളാ സ്ക്രിപ്ചറ. സോളാ സ്ക്രിപ്ചറ അതായത് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിന്റെ വചനമാണ്. എന്താ അങ്ങനെ പറയാൻ കാര്യം? ആ കാലഘട്ടത്തിലെ കത്തോലിക്ക സഭ പഠിപ്പിച്ചു, പാരമ്പര്യം കൂടാതെ നമുക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. പാരമ്പര്യമാണ് പ്രാധാന്യം. അതാണ് മാർട്ടിൻ ലൂഥർ എതിർത്തത്. അഗസ്തീൻ എതിർത്ത് പഠിപ്പിച്ചതാണ്. ദൈവവചനമാണ്, വിശുദ്ധ തിരുവഴുത്തുകളാണ് നമ്മുടെ വിശ്വാസത്തിന് അടിസ്ഥാനമായിരിക്കുന്നത്. ഹലോ, നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടോ? ശബ്ദങ്ങളൊന്നും കേൾക്കുന്നില്ല. ഉണ്ടേ. ഞാൻ ഒരല്പം ചരിത്രം പറയാൻ പോവാ, അതിനുവേണ്ടിയാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾക്ക് അറിയാമോ, മർത്തോമാ സഭയുടെ ഉപജ്ഞാതാവാണ് എബ്രഹാം മൽപ്പാൻ അച്ഛൻ. എബ്രഹാം മൽപ്പാൻ എന്ന് പറഞ്ഞാൽ ടീച്ചർ എന്നാണ്. എബ്രഹാം മൽപ്പാൻ എന്ന് പറഞ്ഞാൽ എബ്രഹാം ദ ടീച്ചർ എന്നാണ്. അദ്ദേഹം ഓർത്തഡോക്സുകാരനായിരുന്നു. ഓർത്തഡോക്സിന്റെ യാക്കോബായക്കാരായിരുന്നു. കോഴഞ്ചേരി മാരാമൺ പള്ളിയിൽ, യാക്കോബായ പള്ളിയിൽ, കോഴഞ്ചേരി മാരാമൺ യാക്കോബായ പള്ളിയിൽ ഒരു മുത്തപ്പന്റെ പ്രതിമ ഇരിപ്പുണ്ടായിരുന്നു. അതേ മുത്തപ്പന്റെ പ്രതിമയാണ് ഇന്ന് മലയാറ്റൂരിൽ ഇരിക്കുന്നത്. നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ദിവസം ദുഃഖവെള്ളിയാഴ്ച കത്തോലിക്കരും ഒക്കെ വലിയ ആഞ്ഞിലി മരം രണ്ടായിട്ട് മുറിച്ച് കുരിശുണ്ടാക്കിയിട്ട് മല കയറുക. 5-10 കിലോമീറ്റർ കുത്തനെയുള്ള കയറ്റം. ശബരിമല പോലെ തന്നെ കുത്തനെയുള്ള കയറ്റമാണ്. അത് കയറിയ സ്വാമിയെ അയ്യപ്പ എന്ന് വിളിക്കുന്നതിന് പകരം ഇവിടെ മുത്തപ്പ മലയാറ്റു മുത്തപ്പ എന്ന് പറയാൻ പോകുന്നത്. ആ മുത്തപ്പൻ കോഴഞ്ചേരി പള്ളിയിൽ ഉണ്ടായിരുന്നു, മാരാമൺ പള്ളിയിൽ ഉണ്ടായിരുന്നു. ദൈവവചനം കേട്ട് അംഗീകരിച്ച എബ്രഹാം മൽപ്പാനും കൂട്ടരും ഒരു വലിയ കൂട്ടം ആൾക്കാർ കോഴഞ്ചേരി മാരാമൺ പള്ളിയിലേക്ക് പ്രവേശിക്കുകയും അതിന് മദ്ബയ്ക്കകത്തിലിരുന്നായ മുത്തപ്പന്റെ പ്രതിമ എടുത്ത് മാരാമൺ ആറ്റിലേക്ക് എടുത്തെറിയുകയും ചെയ്തു. അവിടെയാണ് മർത്തോമാ സഭയുടെ ആരംഭം കുറിച്ചത്. നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അതാണ് മർത്തോമാ സഭയുടെ ആരംഭം. അപ്പോൾ എബ്രഹാം മൽപ്പാൻ കോഴഞ്ചേരി പള്ളിയിൽ, മാരാമൺ പള്ളിയിൽ കാത്തു സൂക്ഷിച്ചു വെച്ചിരുന്ന മുത്തപ്പന്റെ പ്രതിമ എടുത്ത് എവിടെ എറിഞ്ഞു? കോഴഞ്ചേരി മാരാമൺ ആറ്റിലെടുത്ത് എറിഞ്ഞു. ആ ഏറോടുകൂടിയാണ് എന്ത് സംഭവിച്ചത്? മർത്തോമാ സഭയുടെ ആരംഭം കുറിച്ചത്. എന്നാൽ നിർഭാഗ്യപരമെന്ന് പറയട്ടെ, എബ്രഹാം മൽപ്പാനും തുടർന്നുള്ള 1-2 മെത്രാപ്പോലിത്തമാർക്ക് ശേഷം യൂഹാനോൻ മർത്തോമാ മെത്രാപ്പോലിത്ത എന്ന് പറയുന്ന മനുഷ്യൻ അധികാരത്തിലേക്ക് വന്നു. യൂഹാനോൻ മർത്തോമാ മെത്രാപ്പോലിത്ത. യൂഹാനോൻ മർത്തോമാ മെത്രാപ്പോലിത്ത. അദ്ദേഹത്തിന് മർത്തോമാ സഭയേക്കാൾ ഇഷ്ടം യാക്കോബായ സഭയായിരുന്നു. അന്നത്തെ മർത്തോമാ സഭയ്ക്ക്
കുന്തിരിക്കമില്ലായിരുന്നു, തിരിശീലയില്ലായിരുന്നു, മെഴുകുതിരിയില്ലായിരുന്നു, കുന്തിരിക്കമില്ലായിരുന്നു. ഇന്ന് മർത്തമ സഭയിൽ കാണുന്ന യാതൊരു വിധമായ ആചാരങ്ങളും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ യൂഹന്നാൻ മർത്തോമ മെത്രാപ്പോലീത്ത അധികാരത്തിലേക്ക് വന്ന ശേഷം എബ്രഹാം മൽപ്പാൻ വിട്ടുകളഞ്ഞ എല്ലാ കാര്യങ്ങളും തിരിച്ചെടുക്കുവാൻ ആഗ്രഹിച്ചു. എബ്രഹാം മൽപ്പാൻ വിട്ടുകളഞ്ഞ എല്ലാ കാര്യങ്ങളും തിരിച്ചെടുക്കുവാനായിട്ട് ആഗ്രഹിച്ചു. ഇതിനെ ഒരുപറ്റം ആൾക്കാർ ചോദ്യം ചെയ്തു. അവരിൽ പ്രധാനിയായിരുന്നു KND എന്നറിയപ്പെടുന്ന KN ഡാനിയൽ സാർ. കേട്ടിട്ടുണ്ടോ അവരൊക്കെ? ഹലോ, ചരിത്രം പറഞ്ഞ് നിങ്ങൾക്ക് ഏതാണ്ട് ബുദ്ധിമുട്ട് പോലെ തോന്നുന്നുണ്ടോ? ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം, നിങ്ങൾ അറിയാതിരിക്കരുത്. KND സാറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ജോസഫേ? കേട്ടിട്ടില്ല. അതാരാ അത്? പേരെന്തുവാ? കേൾക്കാത്ത നിമ്മി സിസ്റ്റർ കേട്ടിട്ടില്ല. ശരി, ഇപ്പൊ കേൾക്കുന്നുണ്ടല്ലോ. അപ്പം നോക്കണം, യൂഹന്നാൻ മർത്തോമ മെത്രാപ്പോലീത്ത സ്ഥാപിച്ചതായ കാര്യങ്ങളൊക്കെ ആരെതിർക്കുവാൻ തുടങ്ങി? അന്നത്തെ ഒരുപറ്റം മർത്തോമ വിശ്വാസികളായിരുന്ന KN ഡാനിയൽ സാറിനെ പോലുള്ളവരെ എതിർക്കുവാൻ തുടങ്ങി. അവസാനം ഗത്യന്തരമില്ലാതെ KN ഡാനിയൽ സാറ് അന്നത്തെ മർത്തോമ സഭയ്ക്കെതിരായി കേസ് കൊടുത്തു. കേസ് കൊടുത്തപ്പോൾ യൂഹാനോൻ മർത്തോമ മെത്രാപ്പോലീത്തയുടെ കേസ് വാദിച്ചത് മുൻ സുപ്രീം കോടതി ജഡ്ജി ആയിരുന്ന KT തോമസ് ആയിരുന്നു. അറിയാമോ KT തോമസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങള്? അദ്ദേഹമാണ് കേസുകൾ വാദിച്ചത്. ആ KT തോമസ് ഇപ്പോഴും അദ്ദേഹമുണ്ട്. ആ KT തോമസ് യൂഹന്നാൻ മർത്തോമ മെത്രാപ്പോലീത്തയോട് പറഞ്ഞു, അങ്ങ് ബൈബിൾ മാത്രം അനുസരിക്കുന്നത് പറഞ്ഞാൽ നമുക്ക് ജയിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, ഞങ്ങൾ ബൈബിൾ അനുസരിക്കുകയും അപ്പോൾ തന്നെ പിതാക്കന്മാരുടെ പാരമ്പര്യത്തെയും അംഗീകരിക്കുന്നത് പറയണതുകൊണ്ട് കോടതിയിൽ പറയണതുകൊണ്ട്. അങ്ങനെ യൂഹന്നാൻ മർത്തോമ മെത്രാപ്പോലീത്തയെ വിസ്തരിക്കുവാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ യൂഹന്നാൻ മർത്തോമ മെത്രാപ്പോലീത്ത പറഞ്ഞു, ഞങ്ങൾ മർത്തോമക്കാര് ബൈബിൾ മാത്രമല്ല പിതാക്കന്മാരുടെ പാരമ്പര്യം അംഗീകരിക്കുന്നു പറഞ്ഞു. ആ സമയത്ത് KN ഡാനിയേൽ എഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ കേസ് പിൻവലിക്കുകയാണ്, എനിക്ക് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം മർത്തോമ സഭ ബൈബിൾ മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ. എന്നാൽ യാക്കോബായ സഭ എന്ത് അംഗീകരിക്കുന്നു? ബൈബിളും അംഗീകരിക്കുന്നുണ്ട്, പാരമ്പര്യവും അംഗീകരിക്കുന്നുണ്ട്. ഇപ്പോൾ യൂഹന്നാൻ മർത്തോമ മെത്രാപ്പോലീത്ത പറഞ്ഞ എന്താണ്? ഞങ്ങൾ ബൈബിളും പാരമ്പര്യം അംഗീകരിക്കുന്നതാണ്, അതുകൊണ്ട് ഞാൻ കേസ് പിൻവലിക്കുന്നു പറഞ്ഞ് അവർ 5 പേർ കൂടി 1972 ആരംഭിച്ച ഒരു ക്രൈസ്തവ വിഭാഗമാണ് ഇവാഞ്ചലിക്കൽ ചർച്ച്. കേട്ടോ നിങ്ങളത്? ഇവാഞ്ചലിക്കൽ സഭ. ചിലരൊക്കെ അതിനെ കളിയാക്കി പറയും ഇവൻ ചതിക്കൽ സഭയെന്ന്. ഇവൻ ചതിക്കലല്ല, ഇവാഞ്ചലിക്കൽ. അപ്പം പാരമ്പര്യം ഇന്നത്തെ ക്രൈസ്തവ സഭയുടെ പല വിഭാഗങ്ങളിലും പാരമ്പര്യത്തിന് പ്രാധാന്യമുണ്ട്. ഇന്ന് പെന്തക്കോസ്തുകാരായിരിക്കും നമ്മളും പാരമ്പര്യം, ട്രഡീഷൻ നമ്മൾ പ്രാധാന്യം കൊടുത്ത് മുൻപോട്ട് പോകുന്നുണ്ട്. എന്നാൽ നമ്മുടെ അഗസ്റ്റിൻ പഠിപ്പിച്ചത് സ്ക്രിപ്ചറലോ, വിശുദ്ധ തിരുവെഴുത്തുകൾ മാത്രം, സോളാ സ്ക്രിപ്ചറ, പാരമ്പര്യമല്ല, ദൈവവചനമാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് പഠിപ്പിക്കുവാൻ. നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിയോ? അതാണ് മൂന്നാമത്. അപ്പോൾ 1 ക്രൈസ്റ്റ് അലോൺ, 2 ഫെയ്ത്ത് അലോൺ, 3 സ്ക്രിപ്ചർ അലോൺ, 4മത്തേതാണ് ഗ്രേസ് അലോൺ, സോളാ ഗ്രാത്തിയ, ഗ്രേസ് അലോൺ. അതായത് വിശുദ്ധനായ അഗസ്റ്റിൻ പഠിപ്പിച്ചു, ഒരുവൻ രക്ഷിക്കപ്പെടുവാൻ
നിദാനമായിരിക്കുന്ന കൃപയാണ്. കൃപ വിശ്വാസമൂല കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസമൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതല്ലേ എഫേസ്യർ വായിക്കുന്നത്? കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. കത്തോലിക്ക സഭ പഠിപ്പിച്ചു കൂദാശകളെല്ലാം അംഗീകരിക്കാമെങ്കിൽ. എത്ര കൂദാശകളുണ്ട് കത്തോലിക്കർക്ക്? എത്ര കൂദാശയുണ്ട്? 7 എണ്ണം. അപ്പോൾ നിങ്ങളെ 7 കൂദാശകളും അതേപടി അംഗീകരിച്ചാൽ, അതേപടി പിന്തുടർന്നാൽ നിങ്ങൾക്ക് രക്ഷിക്കപ്പെടുവാൻ കഴിയും എന്ന് പറയുവാനിടയായി. എന്നാൽ മാർട്ടിൻ ലൂഥർ പറഞ്ഞു, നോ 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 നോ, ഇറ്റ് ഈസ് നോട്ട് ബൈ സാക്രമെന്റ്സ്. കൂദാശയാലല്ല ഒരുവൻ രക്ഷിക്കപ്പെടുന്നത്, മറിച്ച് ഗ്രേസ് അലോൺ, കൃപയാലാണ് ഒരുവൻ രക്ഷിക്കപ്പെടുന്നത്. ഓക്കെ, ഇതാണ് മാർട്ടിൻ ലൂഥറിന്റെ അല്ലെങ്കിൽ വിശുദ്ധനായ അഗസ്റ്റിന്റെ 4 പഠിപ്പിക്കൽ. ഈ 4 പഠിപ്പിക്കലാണ് മാർട്ടിൻ ലൂഥറിനെ നവീകരണത്തിന് വേണ്ടി പ്രചോദനം നൽകി മുൻപോട്ട് നയിച്ചത്. എന്തൊക്കെയാണ്? 1, ക്രൈസ്റ്റ് അലോൺ. 2, എന്തുവാ? 2 എന്തുവായിരുന്നു? ഫെയ്ത്ത് അലോൺ. 3 എന്താ? സ്ക്രിപ്ചർ അലോൺ. 4 എന്താണ്? ഗ്രേസ് അലോൺ. ഒന്നുകൂടെ ഞാൻ പറയാം, എല്ലാവരും ശ്രദ്ധിച്ച് കാണാപ്പാടെ നിങ്ങളുടെ മനസ്സിൽ തളം കെട്ടി നിൽക്കണം. ഇതൊരിക്കലും മറക്കരുത്. ഒരു വിധത്തിൽ പറഞ്ഞാൽ പെന്തക്കോസ്തുകാരുടെ അടിസ്ഥാന പഠിപ്പിക്കൽ ഇതിനെ അസ്തമാക്കിയിരിക്കുന്നത്. നമുക്ക് ഇതിനെ എതിർത്ത് പറയാൻ ഒക്കുവോ? നമ്മൾ പഠിപ്പിക്കുന്നത് ക്രൈസ്റ്റ് അലോൺ എന്നല്ലേ? ക്രൈസ്റ്റ് അലോൺ. സഭയുടെ അടിസ്ഥാനം ആരാ? ക്രിസ്തു അല്ലേ? നമ്മുടെ മൂലക്കല്ല്, ശിരസ് ആരാ? യേശു ക്രിസ്തുവാ. ക്രൈസ്റ്റ് ആൻഡ് ക്രൈസ്റ്റ് അലോൺ. രണ്ടാമത്തേതാണ് ഫെയ്ത്ത് അലോൺ, വിശ്വാസം. പണ്ട് പാസ്റ്റർമാർ താമസിച്ചത് വീടിനെ വിളിച്ചത് പേരാണ് ഫെയ്ത്ത് ഹോം അല്ലെ? വിശ്വാസമന്ദിരം അങ്ങനെ വിളിച്ചിരുന്നത്. അത് വിശ്വാസമാണ് അവർ ജീവിച്ചിരുന്നത്. പാസ്റ്റർമാരെല്ലാവരും ജീവിച്ചിരുന്നത് എങ്ങനെയാ? ഫെയ്ത്ത് ഹോം അല്ലെ? എന്നാൽ ഇന്ന് ആ ഫെയ്ത്ത് ഹോം മാറി എന്തായി മാറി? പാഴ്സനേജ് ആയി. പാസ്റ്റർ വസിക്കുന്ന സ്ഥലമെന്നായി പാഴ്സനേജ്. എന്താ കാര്യം? പാസ്റ്റർ വിശ്വാസമല്ല ജീവിക്കുന്നത്. ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ പോലെ ചർച്ചിന്റെ ശമ്പളം പറ്റിയാണ് ജീവിക്കുന്നത്. അവർ വേല ചെയ്താലും ഇല്ലേലും മാസം 25,000 റുപ്പീസ് അവരുടെ അക്കൗണ്ടിൽ ചെന്നിരിക്കും അല്ലേ? Am I correct? അതുകൊണ്ടാണ് ഫെയ്ത്ത് ഹോം മാറിയിട്ട് എന്തായി മാറിയത്? പാഴ്സനേജ് ആയി മാറുവാനിടയായിട്ട്. ഞാന് പലപ്പോഴും പറയുന്ന പോലെ നമുക്കിത് ഫെയ്ത്ത് ഒന്നുമില്ല. ഞാൻ ഒരിക്കൽ നിങ്ങളോട് പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നു. തൃശ്ശൂർ പൂരം നടക്കുന്ന മൈതാനത്തിന്റെ പേരാണ് എന്താ? തേക്കിൻകാട് മൈതാനം അല്ലേ? കേട്ടോ? തേക്കിൻകാട് മൈതാനം. ഈ തേക്കിൻകാട് മൈതാനത്ത് ഞാൻ അന്വേഷിച്ചപ്പോൾ ഒരു തേക്കല പോലും ഇല്ല. തേക്കിൻകാട് മൈതാനം എന്ന് പറഞ്ഞാൽ എന്താ? തേക്ക് ഒരുപാട് ഉണ്ടായിരിക്കേണ്ട മൈതാനം അല്ലേ? അവിടെ ഒന്നില്ല. തേക്കിന് തൈ പോലും അവിടെ ഒന്നുമില്ല. വേറും പേര് മാത്രമാണെന്ത്? തേക്കിൻകാട് മൈതാനം എന്ന് പറയുന്നത്. അതുപോലെ പണ്ട് നമ്മുടെ നാടുകളിൽ ഹോട്ടലുകളിൽ ലഭിച്ചിരുന്ന ഒരു മനോഹരമായ ആഹാരമായിരുന്നു നെയ്യപ്പം. അതെന്തിനകത്ത് ഉണ്ടാക്കിയതാ? നെയ്യിലുണ്ടാക്കിയതാ. ഇന്നും പേരെന്തുകൊണ്ട്? നെയ്യപ്പം എന്നാണ്. പക്ഷേ അതെന്തുകൊണ്ട് ഉണ്ടാക്കിയത്? പാമോയിലപ്പം അല്ലെ? പാമോയിലപ്പം. ഒരിക്കൽ ഒരു മനുഷ്യൻ
വളരെയധികമായി വിശന്നിട്ട് വഴിയിൽ കൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഹോട്ടൽ അന്വേഷിച്ച് ഇങ്ങനെ നടന്ന് എങ്ങും കാണാനിട്ട് അവസാനം ഹോട്ടൽ എന്നെഴുതി വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് പ്രവേശിച്ചു. അവിടെ ചെന്നൊരു കസേര ഇരുന്നു. കുറച്ചു നേരം ഇരുന്നിട്ടും ആരും വരുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ ഹോട്ടലിന്റെ അദ്ദേഹം ചെന്നിരുന്ന സ്ഥലത്ത് ഒരാളെ വിളിച്ചു. അതിന് വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കൊരു ഊണ് വേണം, ഒരു സാധാ ചോറും അല്പ കറിയൊക്കെ തരാൻ പറഞ്ഞു. അപ്പോൾ ഈ മനുഷ്യൻ ചിരിച്ചു. അപ്പോൾ ഉടനെ ചോദിച്ചു, എന്താ നിങ്ങൾ ചിരിക്കുന്നത് ചോദിച്ചപ്പോ പറഞ്ഞു, സ്നേഹിത, ഇത് ഹോട്ടലല്ല. അപ്പൊ ഉടനെ ആ കടന്ന ആള് ചോദിച്ചു, പിന്നെ ഹോട്ടൽ എഴുതി വെച്ചിരിക്കുന്നതോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇത് വെറും ബോർഡ് എഴുത്ത് മാത്രമാണ്. ഇത് വെറും എന്താണ്? ബോർഡ് എഴുത്ത് മാത്രമാണ്. അത് തന്നെയല്ലേ ഇന്ന് നമുക്ക് സംഭവിച്ചിരിക്കുന്നത്. പെന്തക്കോസ്തുകാരായി നമ്മൾ വെറും ബോർഡ് എഴുത്തുകാരായി മാത്രം തീർന്നിരിക്കുകയാണ്. ഇന്ത്യ പെന്തക്കോസ് ദൈവസഭ എന്ന് പറയുമ്പോൾ പെന്തക്കോസിന്റെ ശക്തി നമ്മളിൽ കാണണം. പക്ഷെ നമ്മുടെ ആരായി തീർന്നിരിക്കുന്നു? ബ്രദറുകാരെക്കാൾ കഷ്ടമായി തീർന്നിരിക്കുന്നു. അഗസ്റ്റീനിയൻ ചിന്താഗതി നമുക്കില്ല, ക്രൈസ്റ്റ് ഇല്ല, ഫെയ്ത്ത് ഇല്ല, സ്ക്രിപ്ചർ ഇല്ല, ഗ്രേസ് ഇല്ല. ഓക്കെ, അങ്ങനെ ഇരിക്കട്ടെ. മാർട്ടിൻ ലൂതർ ഈ 95 പ്രബന്ധങ്ങൾ ജർമ്മനിയിലെ പള്ളിയിൽ കൊണ്ട് സ്ഥാപിച്ചു. അതിനുശേഷം എന്ത് സംഭവിച്ചു? ആഫ്റ്റർ എഫക്ട്സ് ഓഫ് ദി തിസിസ്, ഈ പ്രബന്ധത്തിന് ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. അത് വളരെ ചുരുക്ക വാക്കുകളിലെ വേഗത്തിൽ പറഞ്ഞേക്കാം. ഈ 95 പ്രബന്ധങ്ങൾ മാർട്ടിൻ ലൂതർ എവിടെ സ്ഥാപിച്ചു? സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ സ്ഥാപിച്ചു. ഈ 95 പ്രബന്ധങ്ങൾ മാർട്ടിൻ ലൂതർ സെന്റ് പീറ്റേഴ്സ് കത്തീഡ്രലിൽ കൊണ്ട് സ്ഥാപിച്ചു. അതിനുശേഷം എന്തുണ്ടായി? ആദ്യമായിട്ടുണ്ടായത് ഞാൻ പറഞ്ഞല്ലോ, പണ്ട് പറഞ്ഞ ഡൊമിനിക്കൻസ് എന്നറിയപ്പെടുന്നവർ മാർട്ടിൻ ലൂതറിനെ ആക്രമിക്കുവാൻ തുടങ്ങി. ഡൊമിനിക്കൻസ് നമ്മൾ പഠിച്ചല്ലോ. അതിന് ഡൊമിനിക്കൻസ് ആരായിരുന്നു? ദൈവവചനം പ്രസംഗിക്കുന്നവരാ. ഈ ദൈവവചനം പ്രസംഗിക്കുന്ന ഡൊമിനിക്കൻസ് ആരെ ആക്രമിക്കുവാൻ തുടങ്ങി? മാർട്ടിൻ ലൂതറിനെ ആക്രമിക്കുവാൻ തുടങ്ങി. പ്രത്യേകാൽ അതിന് നേതൃത്വം കൊടുത്തത് മൈൻസിലെ ബിഷപ്പായിരുന്ന ആർച്ച് ബിഷപ്പായിരുന്ന ആൽബർട്ട് ആയിരുന്നു ഇതിന് നേതൃത്വം കൊടുത്തത്. ഓക്കെ, അപ്പം ആദ്യമായിട്ടുണ്ടായത് എന്താണ്? ഒരാക്രമണം. ആരാക്രമിച്ചത്? 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 നിങ്ങൾ ഡൊമിനിക്കൻസ് അവർ ദൈവവചനം പ്രസംഗിക്കുന്നവരാ, അല്ലേ? പക്ഷെ ആ ദൈവവചനം പ്രസംഗിക്കുന്ന ഡൊമിനിക്കൻസ് ആരെ ആക്രമിച്ചു? മാർട്ടിൻ ലൂതറിനെ ആക്രമിച്ചു. അതിന് നേതൃത്വം കൊടുത്ത ആരാണ്? മൈൻസിലെ ആർച്ച് ബിഷപ്പായിരുന്ന ആൽബർട്ടാണ്. എന്താ കാര്യം? എന്താ? പ്രധാന കാര്യം നിങ്ങൾക്കറിയാം, ആൽബർട്ടിന്
അല്പം പണസമ്പാദനം ഉണ്ടായിക്കൊണ്ടിരുന്നത് പാപമോചന ചീട്ട് വിറ്റതിന് വഴിയാണ്. അല്ലെങ്കിൽ ഇന്റലിജൻസ് എന്നറിയപ്പെടുന്ന പാപമോചന ചീട്ട് വിറ്റത് അതിൽ കൂടെയാണ് ആർക്ക് പണം കിട്ടിക്കൊണ്ടിരുന്നത്? നമ്മുടെ ആൽബർട്ടിന് ലഭിച്ചുകൊണ്ടിരുന്നത്. ഈ 95 പ്രബന്ധങ്ങൾ കത്തോലിക്ക പള്ളിയില് സെന്റ് പീറ്റേഴ്സ് കത്തീഡ്രലില് കൊണ്ട് സ്ഥാപിച്ചതോടുകൂടി ജനം മാർട്ടിൻ ലൂഥറിന്റെ കൂടെ ചേരുവാൻ തുടങ്ങി. മാർട്ടിൻ ലൂഥറിന്റെ കൂടെ ചേർന്ന ജനങ്ങള് ഇപ്പോൾ പാപമോചന ചീട്ട് മേടിക്കാൻ പോകുന്നില്ല. അത് തനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ വരുത്തി വെച്ചു. ആ കാരണത്താൽ ആൽബർട്ട് പോപ്പ് ലിയോ 10 ഒരു പരാതി അയച്ചു. അതിന്റെ കൂടെ പോപ്പ് ലിയോ 10 മാർട്ടിൻ ലൂഥറിന്റെ 95 പ്രബന്ധത്തിന്റെ കോപ്പി അയച്ചു കൊടുത്തു. ഓക്കെ, അത്രയും മനസ്സിലായോ? എന്തോ അതാ ഞാൻ പറഞ്ഞത്. സെന്റ് പീറ്റേഴ്സ് കത്തീഡ്രൽ, ബസിലിക്ക, ഇതെല്ലാം ഒന്ന് തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയുന്നത്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക എന്നോ സെന്റ് പീറ്റേഴ്സ് കത്തീഡ്രൽ എന്നോ ഒക്കെ പറയാം. ജർമ്മനിയിലാണ് ഇത് കേട്ടോ, അല്ലാതെ റോമിലെ അല്ലേ ഇത് പറയുന്നത്, ജർമ്മനിയിലെയാണ്. ജർമ്മനിയിലെ സെന്റ് പീറ്റേഴ്സ് കത്തീഡ്രലിലാണ് മാർട്ടിൻ ലൂഥർ 95 തീസിസ് എന്നാ ആർക്ക് ഓർമ്മയുണ്ടോ? 1517. 1517. ബാക്കി പറ. ഒക്ടോബർ 31. ഇത്രയെങ്കിലും നിങ്ങൾ ഓർത്തിരിക്കണേ. റെഫോർമേഷൻ പഠിച്ചതുകൊണ്ട് ഇത്രയെങ്കിലും ഓർത്തിരിക്കണേ, അല്ലേ മോശമാണ്. അപ്പോൾ നോക്കിക്കേ, ഈ 95 പ്രബന്ധങ്ങളുടെ ഒരു കോപ്പി ആർക്ക് അയച്ചു കൊടുത്തു? ലിയോ 10 അയച്ചു കൊടുത്തു. ആരയച്ചു കൊടുത്തു? ആർച്ച് ബിഷപ്പ് ആൽബർട്ട്. ഒരു കാര്യം നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം. കത്തോലിക്ക സഭയിലെ 5 നേതൃത്വങ്ങളാണ്. ഒന്ന് പ്രീസ്റ്റ്, പുരോഹിതൻ. രണ്ടാമത്തതാണ് ബിഷപ്പ്. ബിഷപ്പ്. മൂന്നാമത്തതാണ് ആർച്ച് ബിഷപ്പ്. നാലാമത്താണ് കർദിനാള്. അവസാനത്താണ് പോപ്പ്. 5 പേര്. ഒന്നുകൂടെ പറഞ്ഞവർക്ക് എല്ലാവരും ഓർത്തിരിക്കണം. പുരോഹിതൻ, അടുത്തത് ബിഷപ്പ്, പോപ്പ്. അപ്പം ഓർത്തിരിക്കണം, കർദിനാളന്മാരിൽ ഒരാളെയാണ് പോപ്പായിട്ട് തിരഞ്ഞെടുക്കുന്നത്. 133 കർദിനാളന്മാരുണ്ട് ഇപ്പോൾ. ആ 133 കർദിനാളന്മാർ വന്നാണ് വോട്ട് ചെയ്ത് അവരുടെ നേതാവിനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ ഓർത്തിരിക്കുക, നമ്മുടെ ആർച്ച് ബിഷപ്പ്, എവിടുത്തെ ആർച്ച് ബിഷപ്പാ? മൈൻസിലെ ആർച്ച് ബിഷപ്പായിരുന്ന ആരാ? ആൽബർട്ട്. ലിയോ അല്ല, ആൽബർട്ട്. മൈൻസിലെ ആർച്ച് ബിഷപ്പായിരുന്നായ ആൽബർട്ട്
ആർക്ക് എതിരായിട്ട് പരാതി കൊടുത്ു? മാർട്ടിൻ ലൂതറിന് എതിരായിട്ട് പരാതി കൊടുത്തു. ആർക്ക് കൊടുത്തു? ലിയോ പത്താം. പോപ്പായിരുന്ന ലിയോ പത്താമന് കൊടുത്തു. ആ കൂട്ടത്തിൽ എന്താ കൂടെ കൊടുത്തു? പരാതിയോടൊപ്പം തന്നെ 95 പ്രബന്ധങ്ങളും കൂടെ കൊടുത്തു. അത്ര മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ലിയോ പത്താമൻ വിചാരിച്ചു ഇത് ചെറിയ കാര്യമാണ്, വലിയ വിഷയങ്ങളൊന്നുമില്ല, ഇത് വേഗത്തിലൊക്കെ പരിഹരിക്കപ്പെടും. ഇത് വേഗത്തിലൊക്കെ പരിഹരിക്കപ്പെടും, ഇത് വലിയ വിഷയങ്ങളൊന്നും അല്ല എന്ന് ചിന്തിച്ചു. എന്നാല് സാധാരണക്കാരാക്കി ഞങ്ങൾ വിചാരിച്ചു ഇത് അഗസ്റ്റീനിയൻ സന്യാസാശ്രമവും ഡൊമിനിക്കൻ സന്യാസാശ്രമവും തമ്മിലുള്ള ഒരു വഴക്കാണെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പം പോപ്പ് വിചാരിച്ചു, പോപ്പ് ലിയോ പത്താമനെ വിചാരിച്ചു ഇതൊരു സില്ലി മാറ്ററാണ്, ഇത് വലിയ കാര്യങ്ങളൊന്നുമില്ല, ഇത് വേഗത്തിലൊക്കെ പരിഹരിക്കപ്പെടുമെന്ന് വിചാരിച്ചു. എന്നാൽ സാധാരണക്കാരായ ജനങ്ങൾ എന്ന് വിചാരിച്ചു ഇത് അഗസ്റ്റീനിയനും ഡൊമിനിക്കനും സന്യാസാശ്രമങ്ങളും തമ്മിലുള്ള പ്രശ്നമാണ്, ഉപദേശപരമായ പ്രശ്നമാണ്. മാർട്ടിൻ ലൂതർ എവിടെ നിൽക്കുന്നു? അഗസ്റ്റിന്റെ കൂടെ നിൽക്കുന്നു. അതുകൊണ്ട് ഡൊമിനിക്കിനെ ഒതുക്കാൻ വേണ്ടിയിട്ട് മാർട്ടിൻ ലൂതർ ചെയ്ത ഒരു ചെറിയ കൈയാണിതെന്ന് വിചാരിക്കുവാൻ. എന്തായിരുന്നാലും പ്രശ്നം രൂക്ഷമായി. അപ്പോ പോപ്പ് ലിയോ പത്താമൻ പറഞ്ഞു മാർട്ടിൻ ലൂതർ ഒരു മദ്യപാനിയാണ്, മദ്യത്തിന്റെ ആ കടുപ്പം തീരുമ്പോൾ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് പോപ്പ് ലിയോ പത്താമൻ വിചാരിച്ചു. അതുപോലെ തന്നെ പോപ്പ് വിചാരിച്ചു, സാധാരണ ഞങ്ങൾ വിചാരിച്ചിരിക്കുന്ന പോലെ തന്നെ വിചാരിച്ചു ഇത് അഗസ്റ്റീനിയനും ഡൊമിനിക്കൻ സന്യാസിമാർ തമ്മിലുള്ള പ്രശ്നമാണ്, ഇത് വേഗത്തിൽ പരിഹരിക്കപ്പെടുമെന്ന് വിചാരിച്ചു. പക്ഷെ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരവുമായില്ല. ദിനേന പ്രശ്നം വർദ്ധിച്ചു വന്നല്ലാതെ അല്പം പോലും കുറവുണ്ടായില്ല. ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ പോപ്പ് ലിയോ പത്താമൻ മാർട്ടിൻ ലൂതറിനെ കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്താക്കി. അത്ര നിങ്ങൾക്ക് മനസ്സിലായോ? ഒന്ന് പറയണോ? ഒന്നുകൂടെ പറയണോ? പറയണോ? മതി. ഇനി ഇച്ചിലൂടെ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം. കത്തോലിക്ക സഭയിൽ നിന്ന് നമ്മുടെ മാർട്ടിൻ ലൂതറിനെ പുറത്താക്കി. മാർട്ടിൻ ലൂതർ ഒരിക്കലും കത്തോലിക്ക സഭ വിട്ടുപോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. സഭയുടെ തെറ്റായ നടപടിയെ പോപ്പിനെയും ഉത്തരവാദിത്തപ്പെട്ടതിനെ അറിയിക്കുക എന്ന ലക്ഷ്യം മാത്രമേ മാർട്ടിൻ ലൂതർ ഉണ്ടായിരുന്നുള്ളൂ. മനസ്സിലായോ? മാർട്ടിൻ ലൂതറിന് കത്തോലിക്ക സഭ വിട്ടുപോകാന് അല്പം പോലും താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ എന്തായിരുന്നു ഉദ്ദേശം? കത്തോലിക്ക സഭയുടെ അപജയം, കത്തോലിക്ക സഭയുടെ പോരായ്മ, അവിടെ ഉപദേശപരമായ ഭിന്നതകൾ കത്തോലിക്ക സഭയെ അറിയിക്കുക, അങ്ങനെ അറിയിച്ചിട്ട് കഴിവുള്ളിടത്തോളം ഈ പ്രശ്നത്തിന് പരിഹാരം വരുത്തുക എന്നുള്ള ഉദ്ദേശമായിരുന്നു മാർട്ടിൻ ലൂതറിന് മുമ്പിലുണ്ടായിരുന്നത്. എന്നാൽ കത്തോലിക്ക സഭയിൽ നിന്ന് മാർട്ടിൻ ലൂതറെ പുറത്താക്കിയതോടുകൂടി മാർട്ടിൻ ലൂതർ ആകെ അസ്വസ്ഥനായി. മാർട്ടിൻ ലൂതർ ആകെ അസ്വസ്ഥനായി. ഇനി ഒരു കഥ കേട്ടുകൊള്ളുക. ഒരു കഥയല്ല, ഒരു ചരിത്രം. നിങ്ങൾ എന്നോട് പോട്ടോ? യെസ് സാർ. എല്ലാരും ഉണ്ടോ? സുമ സിസ്റ്ററെ ഉണ്ട്. പിന്നെ നിമ്മി ഉണ്ടോ? എല്ലാരും ഉണ്ടോ എന്നോടൊപ്പം?
നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അങ്ങനെ കത്തോലിക്ക സഭയിൽ നിന്ന് ആരെ പുറത്താക്കി? മാർട്ടിൻ ലൂഥറിനെ പുറത്താക്കി. മാർട്ടിൻ ലൂഥറിനെ പുറത്താക്കി. താൻ ഒരുപാട് മാനസികമായ പ്രയാസം അനുഭവിച്ച നിമിഷങ്ങളായിരുന്നു അത്. താൻ ഒരുപാട് മാനസികമായിട്ടുള്ള പ്രയാസം അനുഭവിച്ച ഒരു വിഷയമായിരുന്നു മാർട്ടിൻ ലൂഥറിനെ സഭയിൽ നിന്ന് പുറത്താക്കിയത്. താൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല സഭ വിട്ടു പോകുവാൻ. സഭയുടെ അപജയങ്ങളെ, പോരായ്മകളെ ഒന്ന് എടുത്ത് കാണിക്കുക എന്ന ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ തന്റെ സഭയിൽ നിന്ന് പുറത്താക്കി. പോപ്പ് ലിയോ 10 മാർട്ടിൻ ലൂഥറിനെ പുറത്താക്കിക്കൊണ്ടുള്ള ഓർഡർ വായിച്ചു. ആ ഓർഡർ കൈ കിട്ടിയപ്പോൾ മാർട്ടിൻ ലൂഥർ അതീവ ദുഃഖിതനായി. ഇനി കേൾക്കണം, നിങ്ങൾക്ക് എവിടെയെങ്കിലും ഉപയോഗിക്കാൻ കൊള്ളാത്ത കഥകളാണ്. മാർട്ടിൻ ലൂഥർ അതീവ ദുഃഖിതനായി ഭവനത്തിൽ വന്ന് ഒരു കസേരയിൽ ഇരുന്നു. തന്റെ മുമ്പിലുണ്ടായിരുന്ന മേശമേൽ താടിക്ക് കൈ കൊടുത്ത് അവശനായി ക്ഷീണിതനായി മാർട്ടിൻ ലൂഥർ കാണപ്പെട്ടു. ഓക്കെ. കത്തോലിക്ക സഭയിൽ തന്നെ പുറത്താക്കി കഴിഞ്ഞപ്പോൾ താൻ എന്താ സംഭവിച്ചു? താൻ അതീവ ദുഃഖിതനായി, താടിക്ക് കൈയും കൊടുത്ത് മേശപ്പുറത്ത് ഇങ്ങനെ കൈ ചാടി താടിക്ക് കൈ കൊടുത്ത് ഇങ്ങനെ ദുഃഖിതനായിരുന്നു. താൻ ആഹാരം കഴിക്കുകയോ ഡെയിലി റൊട്ടീൻസ് ചെയ്യുകയോ കുളിക്കുകയോ നനയ്ക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അത് 4 ദിവസം നീണ്ടുപോയി. 4 ദിവസം നീണ്ടു കഴിഞ്ഞപ്പോൾ ഒന്നും കഴിക്കാതെയും കുടിക്കാതെയും ഒക്കെ ദുഃഖിതനായിരിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ തന്റെ ഭാര്യ, മാർട്ടിൻ ലൂഥറിന്റെ ഭാര്യ, ആർക്കറിയാമോ അവരുടെ പേരെന്തോന്ന്? മാർട്ടിൻ ലൂഥർ ഭാര്യയുടെ പേര് പറയാമോ? ഞാൻ പറയാം, എഴുതി വെക്കുക. കാതറിൻ വോൺ ബോറ. പറയാം. കാതറിൻ വോൺ ബോറ. കാതറിൻ വോൺ ബോറ. ഓക്കെ. കാതറിൻ വോൺ ബോറ ദിവസവും വന്ന് മാർട്ടിൻ ലൂഥറിനെ വിളിക്കും. മാർട്ടിൻ, നീ ഒന്ന് എഴുന്നേറ്റ് ഒന്ന് കുളിച്ച് ഫ്രഷായി അല്പം ആഹാരം കഴിക്ക്, നിന്റെ നിരാശയിൽ നിന്നെല്ലാം ഒന്ന് വിട്ടെടുക്കാനായിട്ട് ആവശ്യപ്പെട്ടു. കേട്ടോ? അപ്പൊ മാർട്ടിൻ ലൂഥറിന്റെ ഭാര്യയുടെ പേരെന്തുവാ? കാതറിൻ വോൺ ബോറ. എന്താ ചെയ്തത്? ദിവസവും അദ്ദേഹത്തിന് അടുക്കൽ വന്നിട്ട് നീ ഒന്ന് എഴുന്നേറ്റ് കുളിച്ച് അല്പം ആഹാരം കഴിച്ചൊന്ന് ഫ്രഷാക്, ഒന്ന് ചൈതന്യം പ്രാപിക്കാൻ പറഞ്ഞു. എന്നാൽ മാർട്ടിൻ ലൂഥർ അത് കേട്ടപട്ട് പോലും കാണിച്ചില്ല. അങ്ങനെ ദിവസങ്ങളോളം നീണ്ടുപോയി. മാർട്ടിൻ ലൂഥറിനെ ഈ ദുഃഖാവസ്ഥയിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് കാതറിൻ താല്പര്യപ്പെട്ടു. അവൾ എന്ത് ചെയ്തെന്നറിയാമോ? ഒരു കറുത്ത കുപ്പായം ഇട്ടുകൊണ്ട് മാർട്ടിൻ ലൂഥറിന്റെ മുമ്പിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഒരു കറുത്ത കുപ്പായം ഇട്ടുകൊണ്ട് മാർട്ടിൻ ലൂഥറിന്റെ മുമ്പിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. എന്താ അർത്ഥം? ജർമ്മനിയിൽ കറുത്ത കുപ്പായം ഇട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ, അല്ലെങ്കിൽ കറുത്ത കുപ്പായം അണിഞ്ഞാൽ, അതിന്റെ അർത്ഥം അവരുടെ പ്രിയപ്പെട്ടവരാരോ മരിച്ചു എന്നാണ്. മനസ്സിലായോ? മനസ്സിലായി. അപ്പം കാതറിൻ എന്തോ ചെയ്തു? ഒരു കറുത്ത കുപ്പായം ഇട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. പെട്ടെന്ന് മാർട്ടിൻ ലൂഥർ ചാടി എഴുന്നേറ്റ് ചോദിച്ചു, കാതറിൻ, ഹൂ ഡൈഡ്?
കാതറിന് ആരാണ് മരിച്ചതെന്ന് മാർട്ടിൻ ലൂതർ ചോദിച്ചു. അപ്പോൾ കാതറിൻ മറുപടി ഒന്നും പറഞ്ഞില്ല, മിണ്ടാതെ നടന്നു. ആ സമയത്ത് സങ്കടത്തോടുകൂടെ മാർട്ടിൻ ലൂതർ ഓടിച്ചെന്ന് കാതറിന്റെ തോളത്ത് പിടിച്ചിട്ട് പറഞ്ഞു, മൈ ഡിയർ ഡാർലിംഗ്, ടെൽ മീ ഹൂ ഡൈഡ്. എന്റെ പ്രിയ ഭാര്യയെ, നീ എന്നോടൊന്ന് പറ, ആരാ മരിച്ചതെന്ന്. ഇപ്പൊ തന്നെ ഞാൻ ദുഃഖം അനുഭവിക്കുക, എന്നെ കത്തോലിക്ക സഭയിൽ പുറത്താക്കിയതിന്റെ പേരിൽ. അതിന്റെ കൂടെ ആരോ ഒരാൾ മരിച്ചു, ആരാണ് നീ എന്നോട് പറയുന്നില്ല. ദുഃഖത്തിന്മേൽ ദുഃഖമാണ്, നീ ഒന്ന് പറഞ്ഞേ ആരാ മരിച്ചതെന്ന്. മൈ ഡാർലിംഗ്, ടെൽ മീ ഹൂ ഡൈഡ്. എന്റെ പ്രിയ ഭാര്യയെ ഒന്ന് പറ, ആരാണ് മരിച്ചതെന്ന് പറയാൻ. പല പ്രാവശ്യമായപ്പോൾ അടുത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. കാതറിൻ പറഞ്ഞു, മൈ ഗോഡ് ഹാസ് ഡൈഡ്. എന്റെ ദൈവം മരിച്ചുപോയി. കിട്ടിയോ? ആരാ മരിച്ചത്? ആരാ മരിച്ചത്? ദൈവമാണ്. എന്റെ ദൈവം മരിച്ചു. മൈ ഗോഡ് ഹാസ് ഡൈഡ്. ഉടനെ മാർട്ടിൻ ലൂതർ പറഞ്ഞു, ഡാർലിംഗ്, ഭാര്യയെ, നീ ആവശ്യമില്ലാത്തതും ബുദ്ധിശൂന്യമായ കാര്യം പറയുന്നു. ദൈവം മരിച്ചെന്നോ? അങ്ങനെ ഒരിക്കലും സംഭവിക്കുകയില്ല. അപ്പോൾ കാതറിൻ തിരിച്ചു മറുപടി പറഞ്ഞു, നിന്റെ ഇരിപ്പും ഭാവമൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നിപ്പോയി നമ്മുടെ ദൈവം മരിച്ചുപോയെന്ന്. കേട്ടോ? സുമ സിസ്റ്റർ, മനസ്സിലായോ? നിന്റെ ഇരിപ്പും ഭാവം കണ്ടിട്ട് എനിക്ക് തോന്നിപ്പോയി എന്തുവാ? മരിച്ചുപോയി. ആര് മരിച്ചുപോയെന്ന്? ദൈവം മരിച്ചുപോയത്. ദൈവം മരിച്ചുപോയത്. കേട്ടോ പറഞ്ഞത്? സുമ സിസ്റ്റർക്ക് മനസ്സിലായോ? മനസ്സിലായി. നമ്മുടെയൊക്കെ ഇരിപ്പു ഭാവം കണ്ടു കഴിഞ്ഞാൽ ദൈവം എന്തേ മരിച്ച് മൺമറഞ്ഞു പോയി എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. അല്ല, കാതറിൻ പറഞ്ഞത്, നിന്റെ ഇരിപ്പു ഭാവമൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നിപ്പോയി നമ്മുടെ ദൈവം മരിച്ചുപോയി. ആ, മാർട്ടിൻ ലൂതർ പെട്ടെന്ന് ധൈര്യം സംഭരിച്ച് തന്റെ ഭാര്യയുടെ വാക്ക് കേട്ട് താൻ മുൻപോട്ട് സ്റ്റെപ്പുകളെ ഔട്ടുവാൻ തുടങ്ങി. അങ്ങനെയാണ് മാർട്ടിൻ ലൂതർ ലൂതറൻ സഭ ആരംഭിക്കുന്നത്. ലൂതറൻ സഭ ആരംഭിക്കുന്നത്. ഒരിക്കലും തനിക്ക് ഒരു സഭ ആരംഭിക്കുവാനോ കത്തോലിക്ക സഭയിൽ പുറത്തേക്ക് പോകാനോ തനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. എന്നാൽ സാഹചര്യങ്ങൾ മുഴുവൻ അതിനുവേണ്ടി വഴിതെളിച്ചു. സാഹചര്യങ്ങൾ മുഴുവൻ അതിനായിട്ട് വഴിതെളിച്ചു. ഓക്കെ, ഇനി ഞാൻ ചില വാക്കുകൾ കൂടെ മാത്രം. ഇതിനുശേഷം പല സിനഡുകൾ, കൗൺസിലുകൾ കത്തോലിക്ക സഭ കൂടി. എന്തിനു വേണ്ടിയാ? മാർട്ടിൻ ലൂതറിന്റെ മേൽ നടപടിയെടുക്കുവാൻ. 1518 ഓക്സ്ബർഗ് എന്ന സ്ഥലത്ത് വെച്ച് ഒരു കൗൺസിൽ കൂടി. ഓക്സ്ബർഗ് എന്ന സ്ഥലത്ത് വെച്ച് ഒരു കൗൺസിൽ കൂടി. ഈ കൗൺസിലിൽ ധാരാളം ആളുകൾ പങ്കെടുത്തു. ഈ കൗൺസിലില് ധാരാളം ആളുകൾ പങ്കെടുത്തു. മാർട്ടിൻ ലൂതറിനെ ചോദ്യം ചെയ്യുവാൻ വന്ന വ്യക്തിയാണ്
കാജിറ്റോൺ, കാജിറ്റോൺ, കാജിറ്റോൺ. മുമ്പത്തെ പോലെ ആരെങ്കിലും ഒന്ന് എഴുതിയിട്ട് കൊടുത്തേ. കാജിറ്റോൺ. കാജിറ്റോൺ ലൂതറിനോട് പറഞ്ഞു, നീ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം നിന്ന് പിന്മാറണം. നീ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനത്തിൽ നിന്നും പിന്മാറണം. അല്ല എന്നുണ്ടെങ്കിൽ അതിന് പരിണിത ഫലം അനുഭവിക്കേണ്ടതായി വരും എന്ന് പറഞ്ഞു. ആരാ പറഞ്ഞത്? ആരാ പറഞ്ഞത്? കത്തോലിക്ക സഭയുടെ പ്രതിനിധിയായിരിക്കുന്ന ആരാ? കാജിറ്റോൺ. എന്താ പറഞ്ഞത്? മാർട്ടിൻ ലൂതർ, ഇപ്പോൾ നീ എടുത്തിന് തീരുമാനത്തിൽ പിന്മാറണം, അല്ലെങ്കിൽ എന്തുവാ നിനക്ക് ധാരാളം ഭവിഷ്യത്തുകൾ നേരിടേണ്ടതായി വരുമെന്ന് പറഞ്ഞു. അവിടെ മാർട്ടിൻ ലൂതർ പറഞ്ഞ ഒരു വാക്ക് നിങ്ങളുടെ ധൈര്യത്തിന് വേണ്ടി പറയാം. പറയട്ടെയോ? ഇംഗ്ലീഷ് വേണ്ടവർ എഴുതിയെടുക്കുക, പിന്നെ അത് മലയാളം പറയാം. I will not and I cannot change my position unless and until the scripture convinces me. Here I stand, oh Lord, help me. ഒന്നുകൂടെ പറയാം. എന്തുവാ? ഒന്നുകൂടെ ഞാൻ പറയാൻ പോവുകയാണ്. I cannot and I will not change my position. എനിക്ക് എന്റെ നിലപാടിൽ നിന്നും പിന്മാറുവാൻ കഴിയുന്നതല്ല. I cannot and I will not change my position unless and until the scripture convinces me. അല്ല, ഞാൻ പിന്മാറണമെന്നുണ്ടെങ്കിൽ തിരുവചനം എന്നോട് പറയണം നീ ചെയ്ത് തെറ്റാണ്. I cannot and I will not change my position unless and until the scripture convinces me. അടുത്ത സെന്റൻസ്. Here I stand. മലയാളം കൂടെ പറയാമോ? ഞാൻ പറയാം. ആദ്യം ഇംഗ്ലീഷ് എഴുതിയെടുക്കുക, നല്ലതായിരിക്കും. I cannot and I will not change my position. എഴുതിയോ? I cannot and I will not change my position unless and until the scripture convinces me. The scripture convinces me. Here I stand. Here I stand. Oh Lord, help me. Oh Lord, help me. അതിന് മലയാളം പറയട്ടെ. ഓക്കെ, മലയാളം. അതിന് മലയാളം പറയുന്നു. ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനത്തിൽ നിന്ന് തിരുവചനം എന്നോട് വ്യക്തമായി സംസാരിക്കാതെ, തിരുവചനം, ദൈവവചനം, തിരുവഴുത്തുകൾ എന്നോട് വ്യക്തമായി സംസാരിക്കാതെ എനിക്ക് പിന്മാറുവാൻ കഴിയുന്നതല്ല. എനിക്ക് പിന്മാറുവാൻ കഴിയുന്നതല്ല. ഞാൻ ഇതിൽ ഉറച്ചു നിൽക്കുന്നു. എന്റെ ദൈവമേ, നീ എന്നെ സഹായിക്കണമേ.
എന്റെ ദൈവമേ നീ എന്നെ സഹായിക്കും. കിട്ടിയല്ലോ? കിട്ടിയല്ലോ? അപ്പോൾ ഇതാണ് ആദ്യത്തെ കൗൺസിൽ. എവിടെ ആദ്യത്തെ കൗൺസിൽ നടന്നത്? എവിടെ നടന്ന? 1518 എവിടെ വെച്ചാണ് നടന്നത്? ജർമ്മനിയിലെ ഓക്സ്ബർഗ് എന്ന സ്ഥലത്ത് വെച്ച്. കത്തോലിക്ക സഭയുടെ പ്രതിനിധി ആരായിരുന്നു? കാജിറ്റോൺ. അതിനെന്തോ ആവശ്യപ്പെട്ടു? എന്തോ ആവശ്യപ്പെട്ടു? നിന്റെ തീരുമാനത്തിൽ പിന്മാറിക്കൊള്ളണം, അല്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്തുകള് നീ നേരിട്ടതായിട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ മാർട്ടിൻ ലൂഥർ എന്തോ പറഞ്ഞു? എനിക്ക് പിന്മാറുവാൻ കഴിയില്ല, അല്ലെങ്കിൽ തിരുവഴുത്ത് എനിക്ക് ബോധ്യമാക്കണം. ഞാൻ ഇവിടെ തന്നെ ഉറച്ചു നിൽക്കുന്നു, എന്റെ ദൈവമേ നീ എന്നെ സഹായിക്കണമേ എന്ന് അദ്ദേഹം പറയുവാനിടയായി. അതാണ് ഒന്നാമത്തെ കൗൺസിൽ. രണ്ടാമത്തെ കൗൺസിൽ എന്ന് പറയുന്നത് 1521 1519 1519. ഇവിടെ കത്തോലിക്ക സഭയുടെ പ്രതിനിധി ജോൺ എക്ക് എന്ന് പറയുന്ന പ്രൊഫസർ ആയിരുന്നു. ജോൺ എക്ക്, കത്തോലിക്ക സഭയുടെ പ്രതിനിധിയായിരുന്ന ജോൺ എക്ക്. അദ്ദേഹം ആരായിരുന്നു? വേദശാസ്ത്ര തിയോളജിയുടെ ഒരു പ്രൊഫസർ ആയിരുന്നു. ഇവിടെ ധാരാളം വിഷയങ്ങൾ അവർ ചർച്ച ചെയ്തു. പ്രത്യേക പാപ്പാധിപത്യത്തെ ചോദ്യം ചെയ്തു. പാപ്പാധിപത്യത്തെ ചോദ്യം ചെയ്തു. എന്നാൽ ഈ ലിപ്സിംഗിലെ മീറ്റിംഗിന് ശേഷം മാർട്ടിൻ ലൂഥർ ഒരു ശുദ്രജീവിയാണെന്ന് മുദ്രകുത്തി. മാർട്ടിൻ ലൂഥർ ആരാ? ഒരു ശുദ്രജീവിയാണെന്ന് മുദ്രകുത്തി. അതിനുശേഷം 1521 ശ്രദ്ധിച്ചു കേൾക്കുക. 1521 ജനുവരി മാസം 3-ാം തീയതി പോപ്പ് ലിയോ 10 മാർട്ടിൻ ലൂഥറിനെ ഔദ്യോഗികമായി കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്താക്കി. അവ എന്നാ പുറത്താക്കിയത്? 1521 ജൂൺ മാസം 3-ാം തീയതി, ജനുവരി മാസം 3-ാം തീയതി പോപ്പ് ലിയോ 10 മാർട്ടിൻ ലൂഥറിനെ കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്താക്കി. ഓക്കെ. അതിനുശേഷം 1521 വീണ്ടും ഒരു കൗൺസിലോട് കൂടി. 1521 തന്നെ വീണ്ടും ഒരു കൗൺസിൽ കൂടി.
അത് വോംസ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചായിരുന്നു. വോംസ്, വോംസ്, WORMS, വോംസ് എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു. ഇവിടെ വെച്ച് ജർമ്മൻ പാർലമെന്റ് മാർട്ടിൻ ലൂതറിനോട് പറഞ്ഞു, ചാൾസ് അഞ്ചാമന്റെ മുമ്പിൽ പ്രത്യക്ഷനാകുവാൻ വന്നെത്തുവാൻ പറഞ്ഞു. ചാൾസ് അഞ്ചാമൻ ചക്രവർത്തിക്ക് മുൻപാകെ വരുവാനായിട്ട് ആജ്ഞാപിച്ചു. അവിടെ വന്ന് താൻ ഒരിക്കൽ കൂടെ തനിക്ക് പറ്റിയ തെറ്റ് ഏറ്റുപറഞ്ഞ് കത്തോലിക്ക സഭയിലേക്ക് മടങ്ങി വരുവാനായിട്ട് പറഞ്ഞു. ഒരിക്കൽ കൂടെ തന്റെ തെറ്റേറ്റു പറഞ്ഞ് കത്തോലിക്ക സഭയിലേക്ക് മടങ്ങി വരുവാൻ തന്നോട് ആജ്ഞാപിച്ചു. ഔസേപ്പിയാക്കോ, താങ്കൾ എഴുതിയെടുക്കുന്നുണ്ടോ? ജോസഫേ, എഴുതിയെടുക്കുന്നുണ്ടോ ജോസഫേ? സാറേ, 1521 തൊട്ട് തുടങ്ങിയതോ? അദ്ദേഹത്തോട് പാർലമെന്റിന്റെ മുമ്പാകെ വരാനായിട്ട് പറഞ്ഞു. പാർലമെന്റിൽ ആരുടെ മുമ്പ് വരാൻ പറഞ്ഞു? ചക്രവർത്തി ചാൾസ് അഞ്ചാമന് മുമ്പിൽ വരാണ്ട് ആവശ്യപ്പെട്ടു. എന്നിട്ട് തന്റെ വിശ്വാസം, ഇപ്പോൾ ആയിരിക്കുന്ന വിശ്വാസം തിരിച്ചു വരാനായിട്ട് ആവശ്യപ്പെട്ടു. ഇപ്പോൾ ആയിരിക്കുന്ന വിശ്വാസം തിരിച്ചു വരാനായിട്ട്. ഉടനെ മാർട്ടിൻ ലൂതർ പറഞ്ഞു, എന്റെ മനസ്സാക്ഷിക്കെതിരായിട്ട് ഞാൻ പോയില്ലായിരുന്നു. എന്റെ മനസ്സാക്ഷിക്കെതിരായിട്ട് ഞാൻ പോയില്ല. ഞാൻ എന്റെ വിശ്വാസത്തിൽ ദൈവം എനിക്ക് തന്ന കാഴ്ചപ്പാടിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. അങ്ങനെ പറഞ്ഞതിനാൽ 1521 മെയ് മാസം 25-ാം തീയതി 1521 മെയ് മാസം 25 കുറച്ച് നിൽക്കുന്നു എന്ന് പറഞ്ഞ പറയാം സാർ. ദൈവം കാണിച്ചു തന്ന കാഴ്ചപ്പാട് ഒന്നും ചെയ്യില്ലെന്ന് പറഞ്ഞ് ബാക്കി സാറ് ലെഫ്റ്റ് ആയോ? നെറ്റ്വർക്ക് റോളായിരുന്നു. റേഞ്ച് ജോസഫാസേ സാറെന്ത് ചെയ്യും? ഇനി ഇച്ചിരി കാര്യം കൂടെ പെട്ടെന്നൊക്കെ പറഞ്ഞു. 1521 മെയ് മാസം 25-ാം തീയതി ജർമ്മൻ പാർലമെന്റ് പ്രതികാൽ ചാൾസ് അഞ്ചാമൻ ചക്രവർത്തി തനിക്കെതിരായി തീരുകയും
തനിക്കെതിരായി തിരികെയും തനിക്കെതിരായിട്ട് ഒരുപാട് ആക്ഷേപങ്ങൾ ചെയ്യുകയും ചെയ്തു. ഈ സമയം എന്ന് പറയുന്നത് കത്തോലിക്ക സഭയിൽ തന്നെ കൈവിട്ടു, ജർമ്മൻ പാർലമെന്റ് തന്നെ കൈവിട്ടു. ഈ സമയം എന്ന് പറയുന്നത് മാർട്ടിൻ ലൂഥറിനെ സംബന്ധിച്ച് ദുഃഖത്തിന്റെ സമയങ്ങളായി. മാർട്ടിൻ ലൂഥറിനെ സംബന്ധിച്ച് എന്തായിരുന്നു? ദുഃഖത്തിന്റെ സമയങ്ങളായി. എന്നാൽ ആ ദുഃഖ സമയത്ത് മാർട്ടിൻ ലൂഥർ പുതിയ നിയമം ജർമ്മൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു. കൂടാതെ സന്യാസാശ്രമത്തിലേക്ക് ആവശ്യമായിരിക്കുന്ന പല കാര്യങ്ങൾ എഴുതിയുണ്ടാക്കുവാൻ ഇടയാക്കി. ഓക്കെ, ഈ സമയത്ത് അതായത് 1821 ഒരുപറ്റം ജനങ്ങൾ കത്തോലിക്ക സഭയുടെ ആൾത്താര നശിപ്പിച്ചു. ഒരുപറ്റം ജനങ്ങൾ മാർട്ടിൻ ലൂഥറോട് ചേർന്ന് നിന്നുകൊണ്ട് കത്തോലിക്ക സഭയുടെ ആൾത്താര നശിപ്പിച്ചു. വിശുദ്ധന്മാരുടെ പ്രതിമകളെല്ലാം തള്ളിപ്പറിച്ചു. വിശുദ്ധന്മാരുടെ പ്രതിമകളെ അവർ നശിപ്പിച്ചു. കത്തോലിക്ക സഭയുടെ വിശുദ്ധന്മാരുടെ പ്രതിമകളെ അവരെ നശിപ്പിച്ചു. കൂടാതെ സാധാരണക്കാരായിരിക്കുന്ന ആൾക്കാർക്ക് സഭയിൽ പ്രാതിനിധ്യം കൊടുത്തു. ഇത് നേതൃത്വം കൊടുത്ത വ്യക്തിയായിരുന്നു കാൾ സ്റ്റഡ്. ഇത് നേതൃത്വം കൊടുത്താണ് ആര്? കാൾ സ്റ്റഡ്. നേതൃത്വം കൊടുത്തു. അതേ നേതൃത്വത്തിൽ 1821 ഡിസംബർ 25-ാം തീയതി, അതായത് ക്രിസ്മസ് ദിനത്തിൽ കുർബാന അർപ്പിച്ചു. 1821 ഡിസംബർ 25-ാം തീയതി എന്താ നടത്തി? കുർബാന നടത്തി. അതിന് നേതൃത്വം കൊടുത്ത സാറേ മനസ്സിലായില്ല പറഞ്ഞത്. മനസ്സിലായില്ല. ചോദിക്കുന്നത് എവിടെ മനസ്സിലാകുന്നത്? 1521 ഡിസംബർ 25 എന്ന് മാത്രമേ കേട്ടുള്ളൂ, പിന്നെ അങ്ങോട്ട് കേട്ടില്ല. ഡിസംബർ 25-ാം തീയതി നേതൃത്വത്തിൽ ആദ്യമായിട്ട് ലൂഥറൻ സഭയുടെ കുർബാന അർപ്പിക്കുവാനിടയായി. ഓക്കെ, ഇനി ഒറ്റ 14 സെന്റൻസ് കൂടെ. ഓക്കെ, മുമ്പോട്ട് പോട്ടെ.
മുൻപോട്ട് പോട്ടെ. സാറേ, മനസാക്ഷിക്കെതിരായിട്ട് നിൽക്കിയിരുന്ന് മാർട്ടിൻ ലൂതർ പറഞ്ഞതിന് ശേഷമുള്ളതൊന്നും എനിക്ക് തിരിഞ്ഞില്ലായിരുന്നു. എന്തോ ഒന്നിനു പറഞ്ഞ് എനിക്ക് കേൾക്കാൻ വയ്യ. മാർട്ടിൻ ലൂതറിനോട് അതിനകത്തൊന്നും പിന്മാറണമെന്ന് പറഞ്ഞപ്പം അതിനെതിരെ മനസാക്ഷിക്കെതിരെ ദൈവം പറഞ്ഞല്ലാതെ ഒന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞു ഉറച്ചു നിന്നു പറഞ്ഞു കഴിഞ്ഞ് പിന്നെ ഒന്നും മനസ്സിലായില്ല. മനസ്സിലായോ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതായത് ഞാൻ പറഞ്ഞു നിർത്തിയത് ഇതാണ്. 1521 വേംസ് എന്നറിയപ്പെടുന്ന സ്ഥലത്ത് വെച്ച് ലൂതറൻ ജർമ്മൻ പാർലമെന്റിന് മുമ്പ് ജർമ്മൻ പാർലമെന്റിന് മുൻപാകെ കൊണ്ടുവന്നു. അവിടെ വെച്ച് തന്നെ വിസ്തരിച്ചു. ചാൾസ് അഞ്ചാമൻ തനിക്കെതിരായി തീരുമാനമെടുത്തു. അതീവ ദുഃഖിതരായി കാണപ്പെട്ട മാർട്ടിൻ ലൂതർ ആ സമയത്ത് പുതിയ നിയമം ജർമ്മൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു. മാത്രമല്ല, സന്യാസാശ്രമങ്ങൾക്ക് ഉപയോഗിക്കുവാൻ പ്രയോജനപ്രദമാകുന്ന കുറെ കാര്യങ്ങൾ അത് എഴുതിയുണ്ടാക്കി. ഓക്കെ സിസ്റ്ററെ, കിട്ടുന്നുണ്ടോ? ഓക്കെ, കിട്ടുന്നുണ്ട്. ഓക്കെ. അതിനുശേഷം ഞാൻ പറഞ്ഞതാണ്, ഈ സമയത്ത് 1521 മാർട്ടിൻ ലൂതറിനെ സഹായിച്ചുകൊണ്ടിരുന്ന ഒരുവട്ടം സാധാരണക്കാരായ ജനങ്ങൾ ചാൾസ് സ്റ്റഡ് എന്ന ആളുടെ നേതൃത്വത്തിൽ ചാൾസ് സ്റ്റഡ് എന്നറിയപ്പെടുന്ന ആളുടെ നേതൃത്വത്തിൽ എന്നറിയപ്പെടുന്ന ആളുടെ നേതൃത്വത്തിൽ കത്തോലിക്ക സഭയ്ക്കെതിരായി തിരികെയും കത്തോലിക്ക സഭയുടെ പല വിശുദ്ധന്മാരുടെ പ്രതിമകളെ നശിപ്പിക്കുകയും ചെയ്തു. കത്തോലിക്ക സഭയുടെ പല വിശുദ്ധന്മാരുടെ പ്രതിമകൾ നശിപ്പിക്കുകയും ചെയ്തു. കൂടാതെ 1521 ഡിസംബർ 25-ാം തീയതി ഡിസംബർ 25-ാം തീയതി കാൾസ്റ്റഡിന്റെ നേതൃത്വത്തിൽ ആരുടെ നേതൃത്വത്തിലാണ് സാറേ? കാൾസ്റ്റഡിന്റെ നേതൃത്വത്തിൽ ലൂതർ സഭയുടെ ആദ്യത്തെ കുർബാന അർപ്പിക്കുവാനിടയായി. ഓക്കെ. ഇനി അടുത്ത ഒറ്റ ചെറിയ ലൂതറിന്റെ മരണം. ലൂതറിന്റെ മരണം ലൂതറിന്റെ അവസാന നാളുകൾ വളരെ
പ്രചോദനപരമായിരുന്നു. പഠിപ്പിക്കുകയും വിശുദ്ധ ഗ്രന്ഥങ്ങൾക്ക് വ്യാഖ്യാനങ്ങൾ കുറിക്കുകയും ചെയ്തു. അദ്ദേഹം തിയോളജിയുടെ അധ്യാപകനായി. തിയോളജിയുടെ അധ്യാപകനായി പ്രവർത്തിച്ചു. തിയോളജിയുടെ അധ്യാപകനായി പ്രവർത്തിച്ചു. കൂടാതെ താൻ സഭകൾ സന്ദർശിക്കുകയും ചെയ്തു. ഓക്കെ, അങ്ങനെ ഒരിക്കൽ ജർമ്മനിയിലെ യെസ്ലീബൻ എന്ന സ്ഥലത്ത് ഒരു കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുകയും മൂന്നാഴ്ചകളോളം സുഖമില്ലാതിരിക്കുകയും ചെയ്തു. മൂന്നാഴ്ചകളോളം സൗഖ്യമില്ലാതെ അങ്ങനെ 1846 ഫെബ്രുവരി മാസം 17-ാം തീയതി കേസിൽ പ്രഖ്യാപനം ഉണ്ടാക്കി. അന്ന് തുടർമാനം ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുകയും 17-ാം തീയതി താൻ കേസിന് പരിഹാരം വരുത്തുകയും തനിക്ക് കേസുണ്ടാകുന്നത് പറഞ്ഞല്ലോ, ആ കേസ് പരിഹാരം വരുത്തുകയും തുടർന്ന് തനിക്ക് തുടർമാനമായ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുകയും തുടർമാനമായ ഹൃദയ സ്തംഭനം ഉണ്ടാകുകയും 1846 ഫെബ്രുവരി 18 വെളുപ്പിന് 2:30 വെളുപ്പിന് 2:30 അദ്ദേഹം ചരിത്രത്തിന്റെ ഭാഗമായി ചിന്തിച്ചു. തുടർമാനമായ എന്നാ രോഗം ഉണ്ടായെന്നാ സാറേ പറഞ്ഞത്? മനസ്സിലായില്ല. തുടർമാനമായ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുകയും അങ്ങനെ ആ രാത്രിയിൽ, അതായത് 1846 ഫെബ്രുവരി മാസം 18-ാം തീയതി രാത്രി 2:30 അദ്ദേഹം നിത്യയിലേക്ക് പ്രവേശിക്കുകയും അഥവാ ചരിത്രത്തിന്റെ ഭാഗമായി തീരുകയും ചെയ്യും.
അതാണ് മാർട്ടിൻ ലൂഥറിന്റെ കട. ഇതിൽ ചോദിക്കാം. ഹലോ, എന്ത് ചോദിക്കാം? ചോദിക്കാം. ചോദിക്കാണോ? ഒന്നുമില്ലയോ? ഒന്നുമില്ലയോ? ഇല്ല. ചോദ്യം ആരും ഒന്നും മിണ്ടാത്തെന്താ? മനസ്സിലായോ സാറേ? മനസ്സിലായത് ചോദിക്കാനുണ്ടോ എന്ന് ചോദിച്ചത്. ചോദിക്കാൻ സാറേ നെറ്റ്വർക്ക് പ്രോബ്ലം ആയിട്ടാ തോന്നുന്നു, ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ലായിരുന്നു സാറേ ലാസ്റ്റ് പഠിപ്പിച്ചത്. ഓക്കെ, മറ്റൊന്നുമില്ല. ഞാൻ ചിന്തിക്കും നെറ്റ്വർക്ക് ഇവിടെ പ്രശ്നമുണ്ട്. ഇവിടെ ഞാൻ കടയിൽ പോവുക. നമുക്ക് അവസാനം ഓക്കെ, ഓക്കെ. നമുക്ക് പിന്നെ കാണാം. നിങ്ങള് ഞാൻ പറഞ്ഞ ചോദ്യത്തിന് ഉത്തരവാദിത്തമില്ല. ആര് തന്നില്ല? രണ്ടുപേരും ഒഴിച്ച് ആര് തന്നില്ല. സാരമില്ല. അത് പിന്നെ രണ്ടാമത് നിങ്ങൾ പരീക്ഷ ഉണ്ടായിരിക്കുമല്ലോ അല്ലയോ? പരീക്ഷ ഉണ്ടെന്നാണ് പറഞ്ഞത് സാറേ. ഞങ്ങൾക്ക് ശരിക്കും വ്യക്തമായിട്ട് തിരിയുന്നില്ല. പരീക്ഷ ഉണ്ടെന്നാ പറഞ്ഞത്. പരീക്ഷ ഉണ്ട്. അത് ഞാൻ സൈബർ സാറുമായിട്ട് ആലോചിച്ച ശേഷം പറയാം. ഓക്കെ. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായിരുന്നു വിചാരിക്കുന്നു. റെഫോർമേഷൻ അല്പ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. നിങ്ങളുടെ സഹകരണത്തിന് നന്ദി. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് വേറെ വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാമെന്ന് പ്രതീക്ഷിക്കുന്നു. സൂസമ്മ സിസ്റ്റർ മ്യൂട്ട് ചെയ്യാവാ? ഓക്കെ, ഇപ്പൊ കുഴപ്പമില്ല കേട്ടോ? ഓക്കെ. Yes, sir.